പ്രൈസ് ലോർഡ്. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഒരു തണുപ്പിന്റെ ഹല്ലേലൂയ ആയിപ്പോയി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രി നമുക്കെല്ലാവർക്കും കർത്താവിന്റെ സന്നിധിയിൽ വന്നുകൂടുവാൻ, ദൈവവചനം കേൾപ്പാൻ ദൈവമൊരുക്കിയ നല്ല സാവകാശത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളീ കൂടി വരുമ്പോൾ ഈ യോഗമൊക്കെ എപ്പോഴും എല്ലാ ദേവദാസന്മാരും പറയാറുണ്ട്, അനുഗ്രഹീതമായ ഈ കൂട്ടായ്മ അല്ലെങ്കിൽ അങ്ങനെ ഒരു യോഗം. പലപ്പോഴും നമ്മൾ ചിന്തിക്കണം, എന്താണ് അങ്ങനെ പറയാൻ കാരണം? നമ്മളിപ്പോൾ ഇങ്ങനെ കൂടി വന്ന് ഇങ്ങനെ ഇരുന്ന് ഇത് കേൾക്കുന്ന എന്താ അതിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, പ്രവചന ഭാഗം പഠിക്കുമ്പോൾ ഇനി അല്പം മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഈ വചനം കേൾക്കാൻ വേണ്ടി ജനം ഓടി നടക്കുന്ന ഒരു കാലം വരാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്ക് വളരെ സുലഭമായി കിട്ടുന്ന പ്രസംഗങ്ങൾ കുറഞ്ഞ പക്ഷം ആരെങ്കിലും ഉണ്ടോ എന്ന് സമുദ്രത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, പ്രവാചക ശബ്ദത്തിൽ പറഞ്ഞാൽ അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, പിന്നെയോ യഹോവയുടെ വചനം തന്നെ കേൾക്കേണ്ടതിന് ഞാൻ ദേശത്തേക്ക് ദാഹം വരുത്തുന്ന നാളുകൾ വരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ലോകത്തിലെ മനുഷ്യൻ ദാഹം കൊണ്ട് ഓടി, എനിക്കിവിടെ ശബ്ദം തരണേ, ദാഹം കൊണ്ട് നമ്മുടെ മനുഷ്യൻ സമുദ്രത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അവർ ഉഴന്നു ചെന്ന് യഹോവയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും, കണ്ടുകിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നിപ്പോ നമുക്ക് വിശപ്പും ദാഹവും ഉണ്ട്. അത് നമ്മുടെ ജഡത്തെ പോഷിപ്പിക്കുന്നതിനുള്ള ആഹാരത്തിന് വേണ്ടി നമ്മളെ പാഞ്ഞു പിടിച്ചോടി ഏതെങ്കിലും ഒരു കടയുടെ മുമ്പിൽ ചവിട്ടി അതിനകത്ത് കയറി ഒന്ന് വാരിത്തിനും ഭയങ്കര ആവേശം നമ്മൾ കാണിക്കുന്നത് ശരീരത്തോടുള്ള ബന്ധത്തിലാണ്. എന്നാൽ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ വളരെ ആവേശത്തോടെ ഈ ജനം ഓടി നടക്കുന്ന ഒരു കാലം വരാൻ പോവുകയാണ്. വേദപുസ്തകത്തിന്റെ തെളിവിൽ പഠിച്ചാൽ ആ കാലം അധികം വിദൂരമല്ല. അങ്ങനെ ഒരു സമയത്തിന്റെ നടുവിൽ നമുക്ക് വീണ് കിട്ടുന്ന ഈ വചന കേൾവിയാണ് അനുഗ്രഹിക്കപ്പെട്ട സമയം എന്ന് നമ്മൾ പറയുവാൻ കാരണമായി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വളരെ വേഗത്തിൽ നമുക്ക് ദൈവവചനത്തിൽ നിന്നും പല കാര്യങ്ങൾ ചിന്തിപ്പാനും പഠിപ്പാനും ഇടവരട്ടെ. കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ, സഭ കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർ, ഞാൻ ഓർക്കുമ്പോൾ ഞാൻ ഇവിടെ പ്രസംഗിച്ച എല്ലാ മീറ്റിങ്ങിനും കടന്നു വന്ന് സംബന്ധിക്കുന്ന ദൈവദാസന്മാര്, നമ്മുടെ ശമൽ പാഷ പോലെ ഒരുപാട് പേര് കൃത്യമായിട്ട് എത്ര ബദ്ധപ്പാട് സഹിച്ചും ഓടിയെത്തുന്ന അനുഭവത്തിൽ വരുന്നവര് എല്ലാവരെയും സന്തോഷത്തോടെ ഓർത്ത ദൈവത്തിന്റെ സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവവചനം കേൾക്കുവാനായി നമ്മുടെ ഹൃദയത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസൻ വീരം പാസ്റ്റർ എഴുതിയ ചില പുസ്തകങ്ങൾ ഞാൻ ഇപ്പം തുടർച്ചയായിട്ട് ഈ ദിവസങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. അത് വാസ്തവത്തിൽ എനിക്കിങ്ങനെയുള്ള പഠനങ്ങളാണുള്ളത്. അപ്പൊ ഞാനത് വായിച്ചു വരുന്തോറും ഒരു പ്രസംഗകനായിട്ടും ഇത് വായിച്ചു വരുന്തോറും എനിക്ക് എൻ്റെ നെഞ്ചിടിപ്പ് അല്പം വർദ്ധിച്ചോ എന്നൊരു പേടി. കാരണം ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവിന്റെ മടങ്ങിവരവും അനന്തര സംഭവങ്ങളും. ഞാൻ നാട്ടിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത് എവിടെ കണ്ടാലും ഈ വിഷയത്തെ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കും. കാരണം വെളിപ്പാട് പുസ്തകം നമ്മൾ സാധാരണഗതിയിൽ വായിച്ചാലൊന്നും തലയോട്ട് കയറുന്ന ഒരു ഐറ്റമല്ല. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള പഠനം നമ്മൾ സൂക്ഷ്മമായി പഠിക്കേണ്ടത് അനിവാര്യമായതുകൊണ്ട്
ഞാനതിലിങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചും പഠിച്ചും വായിച്ചും വന്നപ്പോൾ നമ്മൾ ഈ പ്രവാസകാലം വളരെ ഭയത്തോടെ, വളരെ ഗൗരവത്തോടെ കഴിക്കേണ്ടുന്ന കാര്യങ്ങളാണ് വേദപുസ്തകത്തിൽ വളരെ ആധികാരികമായി പ്രതിപാദിക്കുന്നത്. ഞാൻ അത് വളരെ വളരെ അനുഗ്രഹമായി എനിക്ക് ആ പുസ്തകം ഈ ദിവസങ്ങളിൽ ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ശുശ്രൂഷയിൽ അത് പ്രയോജനപ്പെടും. നിങ്ങൾ ഇവിടെ ഉള്ളവരായതുകൊണ്ട് കിട്ടിക്കാണും, പിന്നെ അതുകൊണ്ട് അതേക്കുറിച്ച് പറയണം. അപ്പൊ അതുകൊണ്ട് നാം വളരെ ഗൗരവത്തോടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം വളരെ വേഗത്തിൽ ചെയ്തു തീർക്കേണ്ടവരുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ വളരെ പരിചിതമായി ഞാൻ 1-2 ഭാഗത്ത് അതിനെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കാൻ ശ്രമിച്ചിട്ടും എനിക്കതൊന്ന് തീർക്കാൻ പറ്റാതെ പോയ ഒരു സബ്ജക്റ്റാണ്. സമയത്തിൻ്റെ പരിമിതിയിൽ തീർക്കാൻ പറ്റാതെ പോയ സബ്ജക്റ്റ് ഞാനത് ദൈവമക്കളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് ഉറക്കെ വായിക്കാം ആ ഭാഗം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തുകൊണ്ട് രസം വരുത്താം? പുറത്തു കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാക്കാണ്, നിങ്ങൾ ഭൂമിയുടെ എന്താകുന്നു? സഭ ശ്രദ്ധിച്ചാണ്, വളരെ ശ്രദ്ധയോടിരിക്കണം. നിങ്ങൾ ഭൂമിയുടെ. അപ്പൊ കർത്താവ് തന്നെ അനുഗമിച്ച ശിഷ്യന്മാരെ നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങളെ ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഉപ്പായിട്ടാണ്. ഇത് ആരോടാ പറഞ്ഞത്? ശിഷ്യന്മാർ. 2 പാർട്ട് ഇവിടെ ഉണ്ട്. ഒന്ന്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. 2, കാരമില്ലാതെ പോയാൽ പിന്നെ കൊള്ളത്തില്ല. അപ്പൊ കർത്താവ് തന്റെ ശിഷ്യന്മാരോടാണ് ഈ വേദഭാഗം പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് അത് ബാധകമാണോ? ഉണ്ടെന്നില്ല. നമ്മൾ ഒന്നിച്ചാ പഠിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ ഇടയ്ക്ക് ഇങ്ങനെ ആണോ എന്ന് നിങ്ങളോട് ചോദിക്കുന്നത് നമ്മൾ ഒന്നിച്ച് പഠിക്കുന്നത് കൊണ്ടാണ്. ഇപ്പൊ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏതെങ്കിലും നിങ്ങളുടെയൊക്കെ മക്കൾ പഠിക്കുന്നതാ അല്ലേ? നമ്മൾ ആരെങ്കിലും ചെന്നിട്ട് ടീച്ചറുടെ കഴുത്തേക്ക് കുത്തിപ്പിടിച്ചിട്ട് എന്റെ കൊച്ചിനോട് എന്തിനാന്ന് ചോദ്യം ചോദിക്കുന്നത് ആരും ചോദിക്കാറില്ലല്ലോ. കാര്യം ചോദിച്ചെങ്കിലും എന്ത് ചെയ്യത്തുള്ളൂ? പഠിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പഠിക്കുന്നത്. ദൈവവചനം നമ്മൾ പഠിക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ ഇത് ശിഷ്യന്മാരോട് പറഞ്ഞതാ, ഇത് നമുക്ക് അനിവാര്യം, നമുക്കിത് അനുസരിക്കേണ്ട കാര്യം ഇല്ല എന്ന് പഠിപ്പിക്കുന്നവരും ഉണ്ട് നിലവിൽ. അതുകൊണ്ടാണ് ഞാൻ അടുത്തോട് ചോദിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാഷണം ഒന്നും നമുക്ക് വേണ്ട എന്ന് പഠിപ്പിക്കുന്നവർ ഇന്ന് അവൈലബിൾ ആയിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. നിങ്ങൾ ഒരു കാര്യം വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. ഞാൻ ചില കാര്യങ്ങൾ, ചില പ്രസംഗങ്ങളൊക്കെ വളരെ ശക്തമായി പറയുമ്പോൾ ചിലർക്ക് അത് ബുദ്ധിമുട്ടായിട്ടോ വിഷമമായിട്ടൊക്കെ തോന്നാം, സ്വാഭാവികമാണ്. പക്ഷെ അതേസമയം മറുഭാഗത്ത് നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ ഇവിടെ പ്രസംഗിക്കുന്ന വ്യക്തി ഞാനാണ്, പക്ഷെ നമ്മൾ കേൾക്കുന്നത് ദൈവശബ്ദമാണ്, ദൈവവചനമാണ്. അങ്ങനെയെങ്കിൽ എന്റെ സ്ഥാനത്ത് സാക്ഷാൽ ദൈവമായ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ആ ജനത്തോട് സംസാരിച്ചതുപോലെ അക്ഷരാർത്ഥത്തിൽ കർത്താവാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്നത് എങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് കിട്ടുമോ? ആരും കിട്ടത്തില്ല. സാരമില്ല, ഇതൊക്കെ ഇത്ര വലിയ കാര്യം കേട്ടോ എന്ന് പറയുന്ന രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് കർത്താവിന്റെ നാമത്തിൽ കിട്ടുമോ? നമുക്ക് ഒരു സാധ്യതയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇന്ന് ഈ 5-ാം അധ്യായം ഈ യേശുക്രിസ്തു പഠിപ്പിച്ച ഗിരിപ്രഭാഷണത്തിലെ ഈ വിധമാകുന്ന കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട എന്ന് പഠിപ്പിക്കുന്ന ഒരു തലമുറ ഇന്ന് പെന്തക്കോസ്ത വിശ്വാസ സമൂഹത്തിന്റെ ഇടയ്ക്ക് വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു യുവതലമുറ, നമ്മുടെ ഒരു ജനറേഷൻ അതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക. എന്താ കാരണം എന്നറിയാമോ? ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇച്ചിരി വലിയ ഗൗരവമുള്ള വിഷയങ്ങളാണ്. ഇതൊക്കെ അനുസരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ കാലത്ത് വലിയ ബുദ്ധിമുട്ടുമാണ്. അതുകൊണ്ട് ഇത് മനഃപൂർവ്വം ഇത് വേണ്ടാന്ന് വെച്ചെങ്കിൽ ഇച്ചിരി സൗകര്യം എളുപ്പമാ എന്ന നിലയിൽ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് കുറച്ചുകൂടി സന്തോഷം വരുന്നൊരു കാര്യമാണ്. കാര്യം ഉപദേശത്തിൽ ഇച്ചിരി കത്രി വെച്ച് കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടമാണ്. ഉപദേശമാണല്ലോ ആർക്കും ഇഷ്ടമല്ലാത്തത്. അപ്പൊ ഇത് വേണ്ട എന്ന് പഠിപ്പിക്കുമ്പോൾ ഇത് വേണമെന്ന് എങ്ങനെ തെളിയിക്കാമെന്ന് ചോദിച്ചാൽ ഒത്തിരി ഭാഗങ്ങൾ അതിനെക്കുറിച്ച് വിശദീകരിച്ച് തെളിയിക്കേണ്ടി വരും. എന്നാലും ഒരു വാക്യം കൊണ്ട് ഞാൻ അതൊക്കെ വിടാം. ഒറ്റ വാക്യം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിട്ട് ചിന്തയിലോട്ട് വരാം. പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയക്കാം എന്ന കർത്താവ് വാഗ്ദത്തം ചെയ്തു. ഞാൻ പോയിട്ട് പിതാവിങ്കിൽ നിന്ന് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ പിതാവിങ്കിൽ നിന്ന് വാങ്ങി നിങ്ങൾക്ക് അയച്ചു തരും എന്ന് പറഞ്ഞപ്പോൾ ആ കർത്താവ്
ആ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നാൽ എന്തൊക്കെ ചെയ്യുമെന്ന് 1, 2, 3 എന്ന അക്കം വിട്ട് പഠിപ്പിച്ചു. ഞാൻ പല സ്ഥലത്ത് പറഞ്ഞു, അത് പറഞ്ഞ സമയം കളഞ്ഞു. അതിൽ ഒരു പോയിന്റ് നിങ്ങളുടെ മുമ്പിൽ വെക്കാം. 14:26 യോഹന്നാൻ 14:26 കർത്താവ് പറഞ്ഞൊരു പോയിന്റാണ്, ഈ സത്യത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോഴോ അവൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും. അടുത്ത വാക്കെന്താ? ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. കേട്ടോ, യേശു പഠിപ്പിച്ചത് പരിശുദ്ധാത്മാവ് വന്നിട്ട് പറയും. യേശു പഠിപ്പിച്ച അത് വേണ്ട, നമുക്ക് വേണ്ട, 5 തൊട്ട് ഇത്ര വരെ നമുക്ക് വേണ്ട, അത് യേശു പഠിപ്പിച്ച അതങ്ങ് വിട്ടേരെ എന്ന് പറയുന്നല്ല പറഞ്ഞത്. എന്നാലും വിട്ടുന്നില്ല. പരിശുദ്ധാത്മാവ് വന്നിട്ട് ഒരു പുതിയ വെളിപ്പാട്, അത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ഉറങ്ങുമ്പോൾ എനിക്കൊരു പുതിയ വെളിപ്പാട് കിട്ടി. എന്താണ്? പരിശുദ്ധാത്മാവ് പറഞ്ഞു, പിന്നെ മത്തായി സുവിശേഷത്തില് 5-ാം അധ്യായം തൊട്ട് 8-ാം അധ്യായം അതൊന്നും നമുക്ക് വേണ്ട എന്ന് പരിശുദ്ധാത്മാവ് ഒരു പുതിയ വെളിപ്പാട് കൊടുക്കും എന്നല്ല പറഞ്ഞത്. യേശു പഠിപ്പിച്ചത് നമ്മൾ എന്ത് ചെയ്യും? റിമൈൻഡ് ചെയ്യാൻ, ഓർമ്മപ്പെടുത്തും. അപ്പോൾ ഇത് വേണ്ട എന്ന് വെളിപ്പെടുത്തി കൊടുത്ത ആത്മാവ് ഏതാന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചു. ഞാൻ പറഞ്ഞാലും പറഞ്ഞ ആരും എന്നെ ഓർത്തോ. അപ്പൊ പരിശുദ്ധാത്മാവ് വന്നാൽ യേശുക്രിസ്തുവിന്റെ പഠനത്തെ നമ്മളെ എന്ത് ചെയ്യും? യേശുക്രിസ്തു പഠിപ്പിച്ചതിനെ നമ്മളെ ഓർമ്മപ്പെടുത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ യേശു പഠിപ്പിച്ച 5-ാം അധ്യായത്തിലെ സന്ദേശങ്ങൾ ഇന്ന് നിങ്ങളെ റിമൈൻഡ് ചെയ്ത് പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇത് ശിഷ്യന്മാരോട് പറഞ്ഞതാ, നമുക്കിത് വേണ്ട എന്ന് പറയുന്ന ചില പാർട്ടികളും ഉണ്ട്. അതെന്താ അവരങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? ഒരിക്കൽ എനിക്കത് എങ്ങനെയാ മനസ്സിലായെന്ന് ചോദിച്ചാൽ, ഒരിക്കൽ ഒരാളോട് ഞാൻ ഈ രക്ഷ എന്ന വിഷയത്തെ സംബന്ധിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതൊന്നും നഷ്ടപ്പെടത്തില്ല എന്നൊക്കെയുള്ള ചില സബ്ജക്റ്റുകളൊക്കെ കയറി ഇറങ്ങി. അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും അതിങ്ങനെ സംസാരിച്ചു വന്ന കൂട്ടത്തിൽ കൊരിന്ത് സഭയിലെ ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പരാമർശിച്ചു. കൊരിന്ത് സഭയിലെ ചില വിഷയങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പരാമർശിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റിൽ നിന്നാണ് എനിക്ക് ഈ ചിന്ത മനസ്സിലായത്. അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ, നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോഴേ അത് അന്നത്തെ സാഹചര്യത്തിൽ ആ കൊരിന്ത് സഭയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അന്ന് ഈ കൊരിന്ത് സഭയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായ സമയത്ത് കൊരിന്ത് സഭയോടുള്ള ബന്ധത്തിൽ അത് കൊരിന്തിർക്ക് എഴുതിയതാണ്. വിടുന്നില്ല, ഞാൻ പറയാം, അത് ശരി. അപ്പം ഗലാത്യ സഭയ്ക്ക്, കൊലോസി സഭയ്ക്ക്, ഫിലിപ്പിയ സഭയ്ക്ക്, ഡാളസുകാർക്കോ വിടുന്നില്ല. അപ്പൊ തിരുവനന്തപുരത്തുകാർക്കോ പിന്നെ ഫിലദൽഫിയക്ക് ഒരു ദൂതമുള്ളതുകൊണ്ട് പിന്നെ അവർ രക്ഷപ്പെട്ടു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, അത് ഓരോരുത്തർക്കും ഓരോ അങ്ങനെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? കേരളത്തിന് എന്ത് ചെയ്യും? ഇന്ത്യക്ക് എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം കൊരിന്ത് സഭയോടുള്ള ബന്ധത്തിൽ പൗലോസ് വളരെ കർശനമായി പറഞ്ഞിരിക്കുന്ന പല ഉപദേശങ്ങളും ഇന്ന് ദൈവസഭയ്ക്കകത്തെ കൊണ്ട് പറയാൻ തുടങ്ങിയാൽ എല്ലാവർക്കും ദഹിച്ചെന്ന് വരത്തില്ല. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു വകുപ്പാണ് അത്. അന്ന് ആ കാലത്ത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ അങ്ങ് പറഞ്ഞ പറച്ചിൽ കേട്ടാ ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോ വേദപുസ്തകം പറയുന്ന എല്ലാ തിരുവഴുത്തും ദൈവശാസ്ത്രീയമാണ്. അതുകൊണ്ട് തിരുവഴുത്തുകളെല്ലാം കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരുപോലെ അനുസരിക്കാൻ മതിയായതാണ്. അതിന്റെ വള്ളിയോ പുള്ളിയോ നീക്കുവാനോ അതിനെ മാറ്റി പഠിപ്പിക്കുവാനോ ഒരു മനുഷ്യനെയും ദൈവം ചുമതലപ്പെടുത്തിയിട്ടില്ല. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനം, ഇതിന് മാറ്റം വരുന്നില്ല. ആമേൻ. ഇപ്പോ ഈ അടുത്ത് ഞാൻ കേട്ടു, ഇപ്പോ കേട്ടതാ, എനിക്കറിഞ്ഞൂടാത്രത്തോളം ശരി, എന്ന് അമേരിക്കയിൽ ഒരു നിയമം വന്നു. അത് സത്യമാണ്. നിയമാനുവാദിനി പറഞ്ഞൊന്നും ഒരു നിയമം വന്നു, നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു നിയമമാണ്. അപ്പൊ കേട്ടത് അതല്ല, കേട്ടറിവ് ഇനി ഇറക്കുന്ന ബൈബിളിൽ നിന്ന് അത് കട്ട് ചെയ്തിട്ട് ആ വചനം എന്ത് ചെയ്യണം? കട്ട് ചെയ്തിട്ട് അത് അരുതെന്ന് പറയുന്ന ഭാഗമാണ്. എന്തുവാ ഈ സ്വതോഗോമേറെ പോലെ സ്വവർഗ സംഭോഗം എന്ന് പറയുന്ന ആ സംഗതി വേദപുസ്തകം ദൈവവചനം അത് വെറുക്കുന്ന കാര്യമാണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടെ അത് നിയമമായതുകൊണ്ട് ഇനിയിപ്പോ ഇറങ്ങുന്ന ബൈബിളിൽ ആ ഭാഗം കട്ട് ചെയ്തിട്ട് ഇറക്കണം എന്നൊരു ശ്രുതി, ഒരു സംസാരം കേട്ടു. എനിക്ക് അതിനെ കുറിച്ച് ആധികാരികമായി അറിഞ്ഞുകൂടാ, അങ്ങനെ കേട്ടു. അപ്പൊ എന്റെ ചിന്ത ഇതാണ്, ഇനിയിപ്പം വേദപുസ്തകത്തിൽ നിന്ന് അങ്ങനെ ഒരു വാക്യം കട്ട് ചെയ്തിട്ട് പുതിയ ബൈബിൾ ഇറക്കിയാലും സ്വർഗത്തിലിരിക്കുന്ന ദൈവിക വചനത്തിൽ നിന്ന് ആ വചനത്തിൽ ഒരു മാറ്റവും വരുത്തത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അതിന് വള്ളി പുള്ളി, അതിന് പിന്നെ നിയമം മാറിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും ദൈവത്തിന്റെ വചനത്തിൽ വള്ളിക്ക് പുള്ളിക്ക് കാലത്തിനനുസരിച്ച് ഒരു മാറ്റം കൽപ്പിച്ചിട്ടില്ല.
വരില്ല. അങ്ങനെ മാറി വരുന്ന കാലത്തിനനുസരിച്ച് വചനത്തിനകത്ത് മാറ്റം വരുത്തുവാൻ ഭൂമിയിൽ ഒരു മനുഷ്യനെയും ദൈവം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാറ്റം വരാത്ത ദൈവവചനം എന്നും നമുക്ക് അനുസരിക്കാൻ മതിയായതാണ്. പ്രത്യേകിച്ച് ശിഷ്യന്മാരോട് ബന്ധപ്പെടുത്തി പറഞ്ഞ ഈ വചനം നമുക്ക് അനുസരിക്കാൻ മതിയായതാണ്. അതിന്റെ ഒരു കാരണം, നാം ആരാണ്? അവന്റെ ശിഷ്യന്മാരാണ്. ചിലർ ചോദിക്കും, പക്ഷേ നമ്മൾ മക്കളല്ലയോ? രക്ഷിക്കപ്പെട്ടവരെല്ലാം കർത്താവിന്റെ മക്കൾ എന്ന പദവിയിലാണ്. അപ്പോൾ തന്നെ നമ്മൾ അവന്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ തന്നെ നമ്മൾ ക്രിസ്തുവിന് സഹോദരന്മാരാണ്. അപ്പോൾ തന്നെ ക്രിസ്തു എന്ന ശരീരത്തിന്റെ അവയവങ്ങളാണ്. അപ്പോൾ തന്നെ നാം കർത്താവിന്റെ സ്നേഹിതന്മാരാണ്, അല്ലെ? അങ്ങനെ വിവിധ കാറ്റഗറിയിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ കുറിച്ച് വേദപുസ്തകം പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാം അവന്റെ ശിഷ്യന്മാരാണ്. ആരാണ് ശിഷ്യന്മാര്? ശിഷ്യന്മാരാരാണെന്ന് അറിഞ്ഞെങ്കിലല്ലേ നമുക്കത് ബാധകമാണോ അല്ലയോ എന്ന് പറയാൻ കഴിയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം വ്യക്തമാക്കുന്നു ആരാണ് ശിഷ്യന്മാര്. ഒന്ന് വായിച്ച യോഹന്നാൻ 8:31. യോഹന്നാൻ 8:31. എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യത്തിലെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. മതി. അപ്പൊ കർത്താവ് പറയുകയാണ് ആരാണ് ശിഷ്യന്മാരെന്നുള്ളതിന് ഒരു വ്യാഖ്യാനവും വേണ്ട. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ വേദപുസ്തകത്തില് വ്യാഖ്യാനത്തിന് ഒന്നും ആവശ്യമില്ലാതെ ഒരു കൊച്ചു കുഞ്ഞിന് പോലും മനസ്സിലാകുന്ന നിലയിൽ പല കാര്യങ്ങൾ എഴുതപ്പെടും. ഒരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. അതിനെയും എടുത്ത് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതാണ് പലപ്പോഴും പരാജയം സംഭവിക്കുന്നത്. വളരെ സിമ്പിളാണ്. കർത്താവ് പറഞ്ഞത് ആമേൻ, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായിട്ട് ആരാ? അപ്പോ ഇവിടെ പാരമ്പര്യ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് വേർപാടിൽ ദൈവത്തെ ആരാധിക്കാൻ വന്നവർ ഇതിനകത്തുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പള്ളിയിൽ സമുദായക്കാരെല്ലാം മോശക്കാരായതുകൊണ്ടാണോ പെന്തിക്കോസിൽ ഇറങ്ങിയത്? സമുദായക്കാരെല്ലാം മോശക്കാരാ, പെന്തിക്കോസുകാർ മാത്രമേ നല്ലതുള്ളത് എന്നുള്ളത് കൊണ്ടല്ലല്ലോ ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങിയ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനകത്ത് വന്നപ്പോ അങ്ങനെ അല്ലാന്ന് മനസ്സിലായി കാണും. ഉണ്ടെന്നില്ല, എനിക്ക് മനസ്സിലായി. ഉണ്ടോ പറഞ്ഞേ? സത്യം പറഞ്ഞേ, ഇല്ലാത്തൊന്നും പറഞ്ഞില്ല. അപ്പോ അങ്ങനെ ഉള്ളതുകൊണ്ടല്ല നമ്മൾ ഇതിനകത്ത് നിൽക്കുന്നത്. പിന്നെന്തുകൊണ്ടാണ്? ദൈവവചന പ്രകാരം നമ്മൾ ഉൾപ്പെട്ടു നിന്ന സഭയിൽ, നമ്മൾ ഉൾപ്പെട്ടു നിന്ന പ്രസ്ഥാനങ്ങളിൽ വചനപ്രകാരം ഉള്ള പഠിപ്പിക്കലല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ, സുവിശേഷകന്മാരിലൂടെ അതിനെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചപ്പോൾ, ഈ നിലയിൽ ദൈവത്തെ ആരാധിച്ചാൽ എനിക്കൊരു നിത്യത ലഭിക്കത്തില്ല, വാസ്തവമായി വചനമനുസരിച്ച് ജീവിച്ചെങ്കിലേ എനിക്ക് നിത്യത ലഭിക്കത്തുള്ളൂ എന്ന തിരിച്ചറിവാണ് യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവനെ വേർപാട് അനുഭവത്തിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാ ഇതിനകത്തുനിന്ന് എന്തൊക്കെ അനുഭവിച്ചാലും നമുക്ക് ഇട്ടേച്ച് പോകാൻ ഒക്കത്തില്ല. നമുക്ക് എന്തെല്ലാം അനുഭവിക്കും, വിശ്വാസ ജീവിതം നയിക്കണമെങ്കിൽ എന്തെല്ലാം അനുഭവിച്ച് ഒക്കുള്ളൂ. പക്ഷെ നമുക്ക് ഇട്ടേച്ച് പോകാൻ കഴിയുന്നില്ല. കാരണം വചനപ്രകാരം ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഭവത്തിൽ നിൽക്കുന്നവരാണ് കർത്താവിന്റെ ശിഷ്യന്മാര്. നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ. അപ്പൊ വചനത്തിൽ നിലനിൽക്കാതെ നമ്മൾ എന്തെല്ലാം പ്രകടനങ്ങൾ കാണിച്ചാലും ശരി, അത് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ അവന്റെ ശിഷ്യന്മാരായ കർത്താവ് കണ്ടിട്ട് പോലുമില്ല. അപ്പൊ വാസ്തവമായി നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരാകും. അപ്പൊ ഞാൻ ഈ പറയുന്ന വേദഭാഗം പറയുമ്പോൾ ഈ ഹോളിനകത്തിരിക്കുന്നവരൊക്കെ തന്നെത്താൻ അങ്ങ് ശോധന ചെയ്താൽ അറിയാം എനിക്കിത് ബാധകമാണോ പാസ്റ്ററെ എന്നറിയണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, തന്നെത്താൻ ചോദിക്കണം, ഞാൻ വചനത്തിൽ നിലനിന്നാണോ ജീവിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ മതി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണ്ട, തൂത് തട്ടിക്കളയാൻ കേട്ട് ഒന്നും നിൽക്കണ്ട. ഞാൻ വചനപ്രകാരം മര്യാദയ്ക്ക് ദൈവത്തെ ആരാധിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ ഈ ദൂത് എനിക്ക് ബാധകമാണ്. ബിക്കോസ് ഞാൻ അവന്റെ ശിഷ്യനാണ്. ഇന്നത്തെ ആത്മീയഗോളം വളരെ അപകടത്തിലോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ മഹാപട്ടണത്തിൽ ദൈവം എന്നെ അയച്ചത് എന്റെ ഡിഗ്രിയുടെ വലിപ്പം കൊണ്ടല്ല. ജ്ഞാനികളെ രക്ഷിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്ത വചനത്തിന്റെ നിവർത്തി മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുപോലെ ഒന്നും ഒരു ഡിഗ്രിയും പറയാനില്ലാതെ തെരുവിൽ
കവലയിൽ പ്രസംഗിക്കുന്ന എന്നെ ഈ മഹാപട്ടണത്തിൽ ദൈവം കൊണ്ട് നിർത്തിയതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതൊരു ഫൈനൽ ചാൻസാണ്, ഇതൊരു ലാസ്റ്റ് ചാൻസാണ്. ഇവിടെയുള്ള ജനത്തിന് ദൈവം തരുന്ന ലാസ്റ്റ് ചാൻസായി. ഞാൻ അടിവരയിട്ട് പറയാം, ഇതൊരു ലാസ്റ്റ് ചാൻസാണ്. ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു ന്യൂനപക്ഷം കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെടേണ്ടതിന് ഒരു ന്യൂനപക്ഷത്തെ പ്രമാണത്തിനു വേണ്ടി നിൽക്കുന്നവരായി ഒരുക്കുക എന്ന ദൈവിക ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് തമ്പുരാൻ ഈ പട്ടണത്തിലേക്ക് ദൈവം അയച്ചത്. കാരണം ഒന്നുമില്ലെങ്കിലും കുറഞ്ഞ പക്ഷം, എല്ലാവരും പറയുന്ന ഒരു കമന്റ് ഉണ്ട്, ഞാനിപ്പോ അതങ്ങ് ഏറ്റെടുക്കുക. കുറഞ്ഞ പക്ഷം മറ്റൊരു സമുദായത്തിൽ നിന്ന് വന്ന ഒരാളാണല്ലോ പറയുന്നത് എന്ന നിലയിലെങ്കിലും നീയൊക്കെ ഒന്ന് ഗുണപ്പെടുക എന്നായിരിക്കാം കർത്താവിന്റെ ചിന്തയെന്ന് ഞാൻ വിശ്വസിക്കും. കാരണം ഇതിനകത്ത് കടന്നവർ എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല. അപ്പൊ ഇങ്ങനെയെങ്കിലും കൊണ്ടുവന്നത് കേൾപ്പിക്കുക. കാരണം ഒരു ന്യൂനപക്ഷം മടങ്ങി വരവിനായി ദൈവം ആഗ്രഹിക്കും. ഭൂരിപക്ഷത്തെ എടുത്തുകൊള്ളണമെന്ന് ദൈവത്തിന് പ്രസാദമില്ല. കാരണം കർത്താവ് തന്നെ പറഞ്ഞൊരു ഭാഗം നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. മനുഷ്യപുത്രന്റെ വരവ് നോഹയുടെ കാലം പോലെ ആകും. മറക്കരുത്, ഒരു മനുഷ്യനും മറന്നു പോകരുത്. നോഹയുടെ കാലം പോലെ ആകും എന്ന് കർത്താവ് പറഞ്ഞത് ചുമ്മാ വായിച്ചങ്ങ് വിട്ടാ പോരാ. എന്താ നോഹയുടെ കാലം? ജനം ഇന്നത്തെ പോലെ തിന്നും കുടിച്ചും അടിച്ചു പൊളിച്ചും മതിച്ച് നടക്കുകയാണ്. ഇന്നത്തെ പോലെ ഇതുപോലെ ഒരു ലോകം, ഇതുപോലെ ഒരു കൂട്ടം, ഇതുപോലെ കുറെ ജനം, ഇതുപോലെ ഒരു മഹാപട്ടണം. ജനം തിന്നു കുടിച്ച് അടിച്ചു പൊളിച്ച് നടക്കുന്നു. പോകുന്ന വഴി വരുന്ന വഴിയെല്ലാം ഡാൻസും പാട്ടും കൂത്തും പിന്നെ പിസായും ബർഗറും ചിക്കനും ചക്കും ചുക്കും എല്ലാം തിന്ന് ഇവിടുത്തെ പോലെ ജനം എന്ത് ചെയ്യുക? അങ്ങനെ അങ്ങോട്ട് ജീവിക്കുക. ഇങ്ങനെ ജീവിച്ചോണ്ടിരുന്നപ്പോ ഇതിനിടയ്ക്ക് ഒരു പൊട്ടൻ ഇറങ്ങിക്കൊണ്ട് പറയുന്നു, മഴ വരാൻ പോകുന്നു, മഴ വരാൻ പോകുന്നു, മാനസാന്തരപ്പെടും. ഇതുപോലെ പൊട്ടത്തരം വേറെ. മഴയെന്ന് പറഞ്ഞ സംഗതി എന്താന്ന് ആ ജനം കണ്ടിട്ടില്ല. ഭൂമിയിൽ നിന്നും മഞ്ഞ് പൊങ്ങി നനച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് പറയുകയാണ്, മഴ വരുന്നു, മഴ വരുന്നു, മഴ വരുന്നു, ഭൂമി മുഴുവൻ ജലപ്രളയത്താ നശിച്ചു പോകുന്നത്. ഓടും തലയ്ക്ക് സുഖമില്ല. എല്ലാം പരിഹസിച്ച് വിടുക. പരിഹസിക്കുക. തമ്പുരാനൊന്നും വിഷയമൊന്നുമല്ല. പറഞ്ഞ പോലെ സംഗതി വന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഭൂരിപക്ഷം വരുന്ന ലക്ഷങ്ങൾ നശിച്ചുപോയി. എന്നാ ദൈവം തലേ കൈവച്ചാൽ കരഞ്ഞോ? ഇത് കണ്ടു. ദൈവം അനുദപിച്ചത് ഇവർ നശിച്ചു പോകാനല്ല, ഇവനെയൊക്കെ സൃഷ്ടിച്ചല്ലോ നോക്കാനും അനുദപിച്ചു. ഉൽപ്പത്തി 6:6 എടുക്കണ്ട. ആമേൻ. അവിടെ ഈ മനുഷ്യനെയൊക്കെ സൃഷ്ടി ഇവന്റെ കയ്യിലിരിപ്പ് കണ്ടുവച്ച് ദൈവം അനുദപിച്ചു. പക്ഷേ ഈ ലക്ഷക്കണക്കിന് ന്യായവിധി ഒഴുകിപ്പോയപ്പോൾ അവരെ കുറിച്ച് ഓർത്ത് തലേ കൈവച്ച് എന്ന ദൈവം കരഞ്ഞില്ല. മറിച്ച് പ്രമാണത്തിൽ നിൽക്കുന്ന വിരലിൽ എണ്ണാവുന്ന ന്യൂനപക്ഷം വെറും 8 പെട്ടകത്തിനകത്തുണ്ട്. ആ ന്യൂനപക്ഷത്തെ ഓർത്ത് സ്വർഗം സന്തോഷിച്ചു. അതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവ് ആകുമെന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം പോയി തീക്കകത്ത് കടന്നു മറിയും. ഇതൊന്നും കണ്ട ദൈവത്തിന് എന്ത് ചെയ്യത്തില്ല, വളരെ പിടിക്കത്തൊന്നുമില്ല. പ്രമാണത്തിൽ നിൽക്കുന്ന ന്യൂനപക്ഷത്തെ കർത്താവ് കൈക്കൊണ്ടു. ആ കൂട്ടത്തിൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും. അതിനൊരു മടങ്ങി വരവ് അനിവാര്യമാ. ഈ പോക്ക് പോയാലൊന്നും ആ കൂട്ടത്തിൽ ഉണ്ടാകത്തില്ല, സംശയമില്ല ആ കാര്യം. കാരണം ഇന്നത്തെ ആത്മീയകുളത്തിന്റെ പോക്ക് അങ്ങനെ. അപ്പൊ നമ്മൾ ന്യായമായി ചിന്തിക്കും, പാസ്റ്റർ എന്താ പറ്റിയേ, എന്താ ഇതിന്റെയൊക്കെ കാരണം, എന്താ എവിടെയാ ഇതിന് കുഴപ്പം സംഭവിച്ചതെന്ന് ചോദിച്ചാൽ കുഴപ്പം സംഭവിച്ചെന്തെന്നറിയാമോ? ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വാ, 5:11 വായി. കുഴപ്പം പറയാം. ഹോശേയ 5:11. എഫ്രൈമിന്റെ മാനുഷികൽപ്പനുസരിച്ച് നടപ്പാൻ ഇഷ്ടം തോന്നിയതുകൊണ്ട് അവൻ പീഡിതനും വ്യവഹാരത്തിൽ തോറ്റവനുമായിരിക്കുന്നു. മതി. ആത്മീയഗോളത്തിൽ പറ്റിയ പരാജയമെന്ന് മറുപടി, അവന് മാനുഷിക കൽപ്പന അനുസരിച്ച് നടക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് അവൻ വ്യവഹാരത്തിൽ തോറ്റവനായിപ്പോ. ആത്മീയഗോളമേ, നിനക്ക് പറ്റിയ തോൽവി എവിടെ? പെന്തക്കോസ്ത് ഗോളത്തിൽ പറ്റിയ പരാജയം എവിടെ? പറയാം, ദൈവവചനത്തെക്കാൾ അധികമായി, തിരുവചനത്തെക്കാൾ അധികമായി മാനുഷിക
മാനുഷിക കൽപ്പനകൾ അനുസരിച്ച് നടപ്പാൻ ഇന്ന് ജനത്തിന് ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആത്മീയ ഗോളം ഇന്ന് പരാജയത്തിലാ, വമ്പൻ പരാജയത്തിലാ. പക്ഷെ ഞാൻ ഈ പരാജയം എന്ന് പറയുമ്പോൾ ചിലര് മാനുഷികമായി ചിന്തിക്കും, പാസ്റ്ററെ ഒന്നുമില്ല, ഒരു പരാജയമില്ല, എന്ത് കഴിഞ്ഞ ആഴ്ച ഒരു 2 കാറേ ഉള്ളായിരുന്നു, ഈ ആഴ്ച ഓർമ്മ കൂടെ മേടിച്ചു, ചുമ്മാ ഞങ്ങളടുത്ത് പരാജയം ഒന്നും പറയട്ടെ. എത്രയോ നാളാണെന്നറിയാമോ വീടില്ല പ്രാർത്ഥിച്ചപ്പോ 2 വീടാ ഒറ്റയടിക്ക് തന്നു. പരാജയം ഒന്നും പറയരുത്. കാറും വീടും ലോറിയും വസ്തുവക എസ്റ്റേറ്റും ബംഗ്ലാവും ഒക്കെ ഒപ്പിക്കുന്നത് വിജയമല്ല. അത് വിജയമാണെങ്കിൽ ഒബാമ ഇന്ന് വിജയിച്ചു നിൽക്കുക ദൈവസന്നിധിയിൽ. അത് വിജയമാണെങ്കിൽ അംബാനി വിജയിച്ചു നിൽക്കുക. അത് വിജയമാണെങ്കിൽ ഗൾഫ് നാടുകളിലെ അറബികളെല്ലാം വിജയിച്ചു നിൽക്കുക. ദൈവമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലാറ്റും കാറും ബംഗ്ലാവും വെച്ച് കെട്ടി പബ്ബിലും ക്ലബിലും ആടിത്തുമർക്കുന്നവനും വിജയിച്ചു നിൽക്കുക. വിജയിച്ചെന്നാരും പറയല്ലേ. ആത്മീയഗോളമേ, നീ പരാജയത്തില് മടങ്ങി വരണമോ? മാനുഷിക ഉപദേശങ്ങളെ വിട്ട് ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ ഉപദേശത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു ന്യൂനപക്ഷം പട്ടണത്തിന്റെ നടുവിൽ എഴുന്നേൽക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി എത്ര പേര് രംഗത്തിറങ്ങും? ഇനി അതേ ഒരു വഴിയും. ഒരുത്തൻ ഒറ്റയ്ക്ക് കിടന്ന് തൊണ്ട കയറിയാലൊന്നും നന്നാവൂല. എത്ര പേര് അതിന് മുന്നിട്ടിറങ്ങും? പ്രാണം കൊടുത്തും പ്രമാണത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറായി എത്ര പേര് രംഗത്തിറങ്ങും? യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ള എല്ലാ ജാതിയർക്കും ഉള്ളതും പെന്തക്കോസ്തുകാർക്ക് മാത്രം ഇല്ലാതെ പോയതുമായ ഒരു സംഗതിയാണ് യൂണിറ്റി എന്ന് പറയുന്നത്. ഉപദേശ വിഷയങ്ങൾക്ക് വേണ്ടി ഒന്ന് കൈ കൊടുക്കാൻ, ഒന്ന് രംഗത്തിറങ്ങാൻ, ദൈവിക പ്രമാണത്തിന് വേണ്ടി. നോക്ക, നോർത്ത് ഇന്ത്യയുടെ മണ്ണിലൊക്കെ ഈ പ്രമാണത്തിന് വേണ്ടി ജീവനോടെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ടും നിറവയറോടെ നിൽക്കുന്ന അമ്മമാരുടെ പള്ളക്ക് കത്തി കയറ്റിയിട്ടും ആരാധനാഹോളിനകത്ത് കയറി പരസ്യമായി ദൈവദാസന്മാരെയും ദൈവമക്കളെയും കോഴിയെ കണ്ടിക്കുന്ന രാഘവത്തോടെ കഴുത്തറുത്തറുത്ത് തള്ളിയിട്ടും പ്രാണനാഥനെ തള്ളിപ്പറയാൻ തയ്യാറാകാത്തവര് കർത്താവിന് വേണ്ടി ജീവനെ കൊടുക്കുമ്പോൾ അത്രത്തോളം ഒന്നും അമേരിക്കയോട് ആവശ്യപ്പെട്ടില്ല ദൈവം. മറിച്ച് പ്രമാണത്തിന് വേണ്ടി ഒന്ന് ശബ്ദമുയർത്തുവാൻ, ഈ പ്രമാണത്തിന് വേണ്ടി വില കൊടുത്തൊന്ന് ഒന്നിച്ചു നിൽക്കുവാൻ, ഒന്ന് കരം കോർത്ത് പിടിക്കാൻ തയ്യാറാകുന്ന ഒരു പക്ഷത്തെ ഇന്ന് രാത്രി യഹോവ അന്വേഷിക്കുന്നു. തയ്യാറുണ്ടോ സഹോദരന്മാരെ? അല്ലാതെ ഷമീറിന്റെ ഒറ്റപ്പെട്ട ശബ്ദം കൊണ്ടൊന്നും ശരിയായില്ല. ഞാൻ പലപ്പോഴും ഈ അമേരിക്കയിൽ വന്ന് ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വെക്കുക. നാളത്തെ ദിവസം എന്തെന്നറിയാത്ത, നാളെയും ആ തെരുവിലെ കവലകളിൽ പ്രസംഗിക്കാൻ നിൽക്കുന്ന, നാളെ എവിടെ കിടക്കുമെന്ന് ഇതുവരെയും ഉറപ്പില്ലാത്ത, സ്വന്തമായി ഒന്നും ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു ഷമീറിന് സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ മാന്യമായി സ്വന്തം കൈയാൽ അധ്വാനിച്ച് ഒരാളെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള നന്മ ദൈവം തന്ന് അടിസ്ഥാനമിട്ട് നിലനിർത്തിയിരിക്കുന്ന നിങ്ങൾക്ക് ഉപദേശത്തിന് വേണ്ടി 2 വാക്ക് പറയാൻ എന്തേ കഴിയുന്നില്ല? സത്യത്തിൽ ഞാനല്ലേ അഡ്ജസ്റ്റ്മെന്റ് കാണിക്കുന്നത്? ഞാനാ അഡ്ജസ്റ്റ്മെന്റ് കാണിക്കേണ്ടത്. എല്ലാവർക്കും ഒന്ന് തട്ടിപ്പൊത്തി നിന്ന് കിട്ടുന്ന എല്ലാം മേടിക്കാൻ വേണ്ടി ഞാനാണ് അഡ്ജസ്റ്റ്മെന്റ് കാണിക്കേണ്ടത്. ഞാൻ അഡ്ജസ്റ്റ്മെന്റ് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് തന്റെ ഇടത്തോടെ പറയാം, ഞാൻ ആരെയും ആശ്രയിച്ചല്ല ജീവിക്കുന്നത്, ഞങ്ങൾ അധ്വാനിച്ചാ ജീവിക്കുന്നതെന്ന് തന്റെ ഇടത്തോടെ പറഞ്ഞ് ഈ പുസ്തകം ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കാനുള്ള അവസ്ഥ ദൈവം ഈ പട്ടണത്തിൽ തന്നിട്ടുണ്ട്. എന്നിട്ടും ഈ ഉപദേശത്തിന് വേണ്ടി ഒരു വാക്ക് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ദൈവം തന്ന നന്മകൾക്ക് നിങ്ങൾക്ക് നന്ദിയില്ലെന്നല്ലേ അതിന്റെ അർത്ഥം. Praise the Lord. Praise the Lord. മാനുഷിക കൽപ്പനകളായ ഉപദേശം അനുസരിച്ച് നടപ്പാൻ അവന് ഇഷ്ടം തോന്നി. അതുകൊണ്ട് എഫ്രൈം പരാജയപ്പെട്ടവനായി. ഇന്ന് രാത്രി ദൈവസഭയോട് പറയട്ടെ, പരാജയപ്പെടാനാണോ എഫ്രൈമേ അവൻ നിന്നെ വിളിച്ചത്? അല്ല. ഉൽപ്പത്തി പുസ്തകം 41:52 പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്കുണ്ട്, സങ്കടദേശത്ത്
അവൻ എന്നെ വർദ്ധിപ്പിച്ചു 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 എന്ന് പറഞ്ഞുകൊണ്ട് അവന് എഫ്രയീം എന്ന് പേരിട്ടു. നിന്നെ പരാജയപ്പെടുത്താനല്ല ദൈവം വിളിച്ചത്. എഫ്രയീമേ, നീ എന്റെ വാത്സല്യ പുത്രനാ, നീ എനിക്ക് പ്രിയങ്കരനാ. നിന്നെ ഞാൻ വിളിച്ചത് നീ പരാജയപ്പെട്ടു പോകാനല്ല, നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി തന്നെ ഞാൻ വിളിച്ചത്. പക്ഷേ നീ ഇന്ന് ആത്മീയമായി പരാജയപ്പെട്ടു. കാരണം ദൈവവചനത്തെക്കാൾ അധികം നീ ഇന്ന് മാനുഷിക ഉപദേശത്തിന് പ്രാധാന്യം കൊടുത്തു. മാനുഷിക ഉപദേശത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. അത് തന്നെ കർത്താവും പറഞ്ഞു. മത്തായി 15:8 എന്താ കർത്താവ് പറഞ്ഞത്? ഈ ജനം ആദരം കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു. സ്വോത്രം 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 സ്വോത്രം. രക്തം ചെയ്യും രക്തം ചെയ്യും രക്തം ചെയ്യും. അന്യഭാഷ പിന്നെ പറയേ വേണ്ട. അങ്ങനെ അധരം കൊണ്ടങ്ങ് വ്യായാമം ചെയ്ത് കുട്ടുകുടാന്ന് ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ 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 രക്തം ജയം എല്ലാം പറയുന്നു. പക്ഷെ അടുത്ത വാക്ക്, അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. കേൾക്കുന്നുണ്ടോ? ആമേ. നമ്മളെല്ലാം ഈ വാക്യം വായിക്കുന്നുണ്ടോ? ഇത് ആരുടെ പുറത്തു കൊണ്ട് വെക്കുമെന്നറിയാവോ? സമുദായക്കാരുടെ പുറത്തുണ്ടാകും. വിളിക്കും. പക്ഷെ ഹൃദയം കൊണ്ട് നമ്മള് സമുദായക്കാരുടെ പുറത്തോട്ട് വെക്കുന്നതിന് മുമ്പ് ചിന്തിക്കും. ഇപ്പൊ ഞാനിത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോക്കകത്തൊന്നും ഇത് കട്ട് ചെയ്ത് വിടുന്ന ആള് എന്താണെന്നറിയാമോ? ഷമീർ കത്തോലിക്ക പള്ളി പ്രസംഗിച്ചിട്ട് പറഞ്ഞു, സമുദായക്കാരെല്ലാം നല്ലവരാണ്, പെന്തിക്കോസുകാരൻ മോശക്കാരൻ. അതാണ് ഫിലദൽഫിയയില് PC ചാണ്ടി പാസ്റ്റർ യോഗം നടത്തിയപ്പോൾ അതിന് മർത്തോമ ഒരാളാണ് വാടകയ്ക്ക് എടുത്തത്. കാരണം ആള് കൂടുതൽ വന്നാൽ ഇരുത്താൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഹോൾ വാടകയ്ക്ക് എടുത്തു. അവിടെ വെച്ച് പെന്തക്കോസിന്റെ കൺവെൻഷൻ നടന്നു. ആണ് ഇപ്പൊ ഇന്റർനെറ്റിലിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു. മർത്തോമാക്കാരുടെ അടുത്ത് പോയി പ്രസംഗിക്കും. എന്തോ കളി നടക്കട്ടെ, വിഷയമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് അത് കൊണ്ടല്ലോ, അല്ലേ ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞല്ലേ എന്റെ രസം. ആമേ, അതവിടെ നിൽക്കട്ടെ. വിഷയം ഇതാണ്, അവിടുത്തെ പരാജയം എന്താ സംഭവിച്ചെന്നറിയാമോ? അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. എന്താ അകലാൻ കാരണം? ജനത്തിന്റെ കുഴപ്പമല്ല പറഞ്ഞത്, പിന്നെയോ മാനുഷിക കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് ഈ ജനം എന്നെ വ്യർത്ഥമായ കാര്യമൊന്നും അറിയാതെ സ്തുതിക്കുക. അപ്പൊ കുഴപ്പം പലയിടത്തും ജനത്തിന്റെ അല്ല, പിന്നെയോ വചനത്തെക്കാൾ അധികം മാനുഷിക ഉപദേശം പഠിപ്പിക്കുന്ന ഉപദേശിമാര് പെരുകി. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്ന നൂറുകണക്കിന് ദൈവദാസന്മാര് ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അഡ്രസ് ഇല്ലാതെ, ലേബലില്ലാതെ, ഫ്ലെക്സിലും ബാനറിലും ഇല്ലാതെ സത്യവചനം പ്രസംഗിക്കുന്ന ദൈവദാസന്മാര് അവർക്ക് ഡിഗ്രി ഇല്ലാതെ, പഠിപ്പില്ലാതെ, കോട്ടും സൂട്ടും ഇല്ലാതെ, അഡ്രസ് ഇല്ലാതെ ഒതുങ്ങിപ്പോയപ്പോൾ മാനുഷിക ഉപദേശങ്ങളും കർണരസമാകുമാറ് ഇഷ്ടപ്പെടുന്ന കെട്ടുകഥകളും പറഞ്ഞുകൊണ്ട് ജനത്തെ വഞ്ചിച്ച് നാശത്തിലേക്ക് അവരെ സന്തോഷിപ്പിച്ച്, അവരെ സുഖിപ്പിച്ച്, അവരെ രസിപ്പിച്ച്, അവരുടെ കർണരസമാകുമാറുള്ള കഥകളെ പറഞ്ഞുകൊണ്ട് മായാലോകത്തിലേക്ക് അനുഗ്രഹത്തിന്റെ വിടുതലിന്റെ രംഗങ്ങൾ പൊഴിച്ചുകൊണ്ട് ജനത്തെ വഞ്ചിക്കുന്ന ഉപദേശകന്മാർ പെരുകി. കർത്താവ് പറഞ്ഞ കുറ്റം ജനത്തിന്റെ അല്ല, ദൈവവചനത്തെക്കാൾ അധികമായി മാനുഷിക ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് ഈ ജനം എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. സത്യവചനം യഥാർത്ഥമായി പഠിപ്പിക്കുന്ന ദൈവദാസന്മാരുള്ള സഭയിൽ നിങ്ങളൊന്ന് ചെന്ന് നോക്കേ, ആളിന്റെ എണ്ണം കുറവാണ്. അവര് പറയുന്നത് എന്താന്ന് പറഞ്ഞാലും, ആര് പോയാലും വന്നാലും എന്നെ കൊണ്ട് ഇങ്ങനെ പറ്റൂ എന്ന ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്ന സഭ നിങ്ങൾ ചെന്ന് നോക്ക, അമേരിക്ക നോക്ക. ശരി, അഡ്ജസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ ആള് വരത്തില്ലെന്നാ പറയുന്നത്. നന്നായി നോഹയുടെ കയ്യിൽ നിന്ന് ആരും കേറിയില്ലല്ലോ എന്ന് പറഞ്ഞ് നെടുവീർപ്പിട്ട് നിൽക്കുമ്പോൾ തമ്പുരാൻ താക്കോല് മേടിച്ച് വാതിലടച്ച് നന്നായി. ഇല്ലെങ്കിൽ ഇവനും ഉപദേശത്തേക്ക് അത്രയും വെച്ച് പെട്ടകം നിറച്ചാൻ. അയ്യോ, ശ്രദ്ധിക്കണേ, ദൈവമാ വാതിലടച്ചത്. അഡ്ജസ്റ്റ്മെന്റ് വരുത്തുന്നിടത്തായിരുന്നെങ്കിൽ ഒരുപാട് ആള് കയറും. ആള് കയറുന്നത് ആത്മീയമെന്ന് കരുതി സന്തോഷിച്ച് വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ നാട്ടിൽ വാ, ആള് കയറുന്ന ഒത്തിരി സ്ഥലത്ത് ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം. വരുമ്പോ ഒന്ന് അറിയിച്ചാട്ടെ.
ശബരിമല കൊണ്ടുപോയി കാണിച്ചു തരാം, ഭീമാപ്പള്ളി കൊണ്ടുപോയി കാണിച്ചു തരാം, ചോറ്റാനിക്കരെ കൊണ്ടുപോയി കാണിച്ചു തരാം. ആള് കയറുന്ന കയറ്റം. പ്രൈസ് ദ ലോർഡ്. എന്താ നിങ്ങൾ ആരും ഉണ്ടാത്തേ? ഹല്ലേലൂയ. നോക്ക, ഇവിടെ അടിവരയിട്ട് വ്യക്തമാക്കുന്നു. ഇതുവരെ പറഞ്ഞ തെളിവിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തം. എന്റെ വചനത്തിൽ നിലനിൽക്കുന്നവരാണ് എന്റെ ശിഷ്യന്മാര്. കർത്താവിന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാര്. ആ ശിഷ്യന്മാരെ കർത്താവ് ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന പോസ്റ്റാണ് നിങ്ങൾ ഭൂമിയുടെ. ഇത്രയും കാര്യം പിടിയും. അടുത്ത ചിന്തയിലേക്ക് വരാം. ഈ ഉപ്പാക്കി ഭൂമിയിൽ വച്ചിരിക്കുന്ന നമ്മെ ദൈവം ആക്കി വച്ചിരിക്കുന്ന ഈ ഉപ്പെന്ന പോസ്റ്റിൽ നിന്ന് ആ പോസ്റ്റിന്റെ ഗുണങ്ങൾ ആക്കി വെച്ചവൻ പ്രതീക്ഷിക്കും. അത് കുറ്റമല്ല. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ജോലി കിട്ടി, കമ്പനി ജോയിൻ ചെയ്തു, സഭയിൽ കയറി സാക്ഷ്യം പറഞ്ഞു, ദൈവം നല്ലൊരു ജോലി തന്നു, സ്തോത്രം. അവിടെ ചെന്നിരുന്ന് ആരാധിച്ചാൽ മതിയോ? ഉണ്ടെന്നില്ല. എനിക്ക് ദൈവമാണോ ജോലിയാവുന്നത്? അതുകൊണ്ട് ഞാൻ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് സ്തുതിച്ചോണ്ടിരിക്കും, ആരാധിച്ചോണ്ടിരിക്കും, കൈകൊട്ടി പാടിക്കൊണ്ടിരിക്കും. നടക്കൂ? നടക്കുകയല്ല. തമ്പുരാൻ ജോലി തന്നു. നിയോഗിച്ചു വെച്ചിരിക്കുന്ന മുതലാളി ആക്കി വെച്ചിരിക്കുന്ന പോസ്റ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നീ ചെയ്തെങ്കിലേ അർഹിക്കുന്ന ശമ്പളം നിനക്ക് അങ്ങോട്ട് തരുന്നു. അങ്ങനാണോ? ഈ അടുത്ത സമയത്ത് ഒരു അച്ചായനോട് പറഞ്ഞു, മാത്രമേ പ്രാർത്ഥിക്കണം, ഞാൻ ചെന്താ എന്റെ ജോലി പോയി. ഞാൻ ചോദിച്ചു എന്തോ പറ്റി? ഓ എന്നാ പറയാനാ, ക്ഷീണം കൊണ്ടാ, ഒന്ന് ഉറങ്ങിപ്പോയി, ക്യാമറയാണ് ഒപ്പിയെടുത്തു. പ്രൈസ് ദ ലോർഡ്. കണ്ടോ, അവിടുത്തെ ക്യാമറ അങ്ങനെ ഒപ്പിയത് കൊണ്ട് ജോലി പോയി. അങ്ങനെ പലതും ഒപ്പി വെച്ചിട്ടുണ്ട്. സ്വർഗത്തിന്റെ ക്യാമറ ഒപ്പി വെച്ചിട്ടുണ്ട്. അത് നല്ല വെടിപ്പായിട്ട് ഇതുപോലൊരു സ്ക്രീനിൽ വെളിപ്പെടുത്തുന്ന ഒരു ദിവസം അടുത്തുകൊണ്ടിരിക്കുക. അത് നാളെ പറയാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അന്നും ഇതുപോലെ ബലപ്പെട്ടൊക്കെ ഇരിക്കണം. മടങ്ങി വരാം. അപ്പൊ അതുകൊണ്ട് വചനത്തിൽ നിലനിൽക്കുന്ന നമ്മെ ദൈവം ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന ഒരു പോസ്റ്റുണ്ട്. ആ പോസ്റ്റിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഗുണങ്ങൾ കിട്ടണം എങ്കിൽ അർഹിക്കുന്ന നന്മ ദൈവം തരും. അതിന് തക്കവണ്ണം തരും. അതാ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന നന്മ. വേലക്കാരൻ കൂലിക്ക് യോഗ്യനാണെന്നുള്ളത് കൊണ്ട് ന്യായമായത് തരാമെന്ന് പറഞ്ഞ് വിളിച്ച ദൈവം തരും. അങ്ങനെയെങ്കിൽ ഭൂമിയിൽ ഉപ്പാക്കി വെച്ചിരിക്കുന്ന നിന്നിൽ നിന്ന്, എന്നിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അത് വാസ്തവത്തിൽ എന്നിലുണ്ടോ എന്നൊരു സ്വയപരിശോധന നടത്തുവാൻ തക്കവണ്ണം നാം തിരുവചനത്തിന്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോകും. ഉപ്പിനെ സംബന്ധിച്ച് ഒന്നാമത്തെ ഗുണം, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ ഗുണം, ഉപ്പ് നല്ല വെണ്മയുള്ള വെളുത്ത ഒരു പദാർത്ഥമാണ്. അല്ലേ? ഉപ്പ് വെളുത്തതാണ്, നല്ല വെള്ള ഉപ്പാണ്. സ്തോത്രം. ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്നാമതായിട്ട് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ഘടകമാണ് വെണ്മ അഥവാ വിശുദ്ധി എന്ന് പറയുന്നത്. പിതാക്കന്മാരുടെ കാലത്ത് ഏതൊരു മീറ്റിംഗ് എടുത്താലും, ഏതൊരു പ്രസംഗം എടുത്താലും, ഏതൊരു കൺവെൻഷൻ എടുത്താലും, ഏതൊരു ഉപവാസ പ്രാർത്ഥന എടുത്താലും അവിടെയെല്ലാം നിറഞ്ഞു നിന്നൊരു പദമാണ്, ഇന്ന് പെന്തക്കോസ്ത് കോളത്തിൽ അന്യം നിന്നുപോയൊരു പദമാണ് വിശുദ്ധി. നമ്മൾ പറഞ്ഞില്ലെന്നും പറഞ്ഞ് ബൈബിള് മാറ്റത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് നിങ്ങൾ മനസ്സിലിരിക്കണം. ആമേൻ. സ്വവർഗഭോഗികൾ ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്നുള്ള വാക്യം ബൈബിളിൽ നിന്ന് അടുത്ത പ്രിന്റിങ്ങിനകത്ത് നിന്ന് കട്ട് ചെയ്ത് മാറ്റിയത് കൊണ്ടും ദൈവസന്നിധിയിൽ മാറ്റം വരുന്നില്ല എന്നതുപോലെ തന്നെ പെന്തക്കോസ്തിനകത്ത് നിന്ന് വിശുദ്ധിയുടെ പ്രസംഗം പോയെന്ന് കരുതി ദൈവസന്നിധിയിൽ വിശുദ്ധിക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല.
പന്തക്കോസിനകത്തുനിന്ന് പ്രസംഗം നിലച്ചു പോയെന്ന് പറഞ്ഞ് പ്രമാണത്തിന് മാറ്റം വന്നിട്ടില്ല. വിശുദ്ധിയുടെ പ്രമാണമെങ്കിൽ അത് അങ്ങനെ തന്നെ, അതിനെ അണുവിട വ്യത്യാസം വേദപുസ്തകം വരുത്തുന്നില്ല. ഇമ്പോർട്ടന്റ് ആയിട്ട് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഘടകമാണ് വിശുദ്ധി. എന്താ കാര്യം? അശുദ്ധിയിൽ വസിക്കാത്തതും വിശുദ്ധിയിൽ വസിക്കുന്നതും പരിശുദ്ധിയിൽ വസിക്കുന്നതുമായ ദൈവം. അശുദ്ധിയിൽ വസിക്കാത്ത ദൈവം വിശുദ്ധി ഇല്ലാത്തതിനെ എങ്ങനെ തന്റെ അടുക്കൽ കൈക്കൊള്ളും? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വാതിലാകും, നിങ്ങളെല്ലാം നാളെ തൊട്ട് തേക്കുന്നവരുടെ പലകയാകണം. പറഞ്ഞോ? മിണ്ടുന്നില്ല. പറഞ്ഞോ? പറഞ്ഞില്ല. ഞാൻ മുന്തിരിവള്ളിയാ, നിങ്ങൾ നാളെ മരത്തിൽ തൂങ്ങി കിടക്കണമെന്ന് പറഞ്ഞോ? നിങ്ങൾ ആരും മിണ്ടുന്നില്ല. പറഞ്ഞില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, അവൻ വിശുദ്ധനാകയാൽ നിങ്ങളും. അതിനകത്ത് കോംപ്രമൈസ് ഇല്ല. വിശുദ്ധിയിൽ കോംപ്രമൈസ് ഇല്ല. പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിൽ സഭയ്ക്ക് എഴുതിയ ദൂതെഴുതിയപ്പോഴും അവിടെ എങ്ങും വിശുദ്ധി കാട്ടിയത് ഒരു ദൂതെഴുതിയില്ല. ഉണ്ടോ വെച്ചാ? അവിടെ എങ്ങും വിശുദ്ധി കാട്ടിയത് ഒരു ദൂതെഴുതിയില്ല. അല്ലയോ സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും കുറച്ച് എളുപ്പം വേണം. റോമാലേഖനം വേണ്ടെന്ന് പറയും. കുറച്ചുകൂടി എളുപ്പം. നമുക്ക് ചെയ്യാൻ പറ്റാത്തതെല്ലാം വേണ്ടെന്ന് നോക്കുകയാണല്ലോ. അതാണല്ലോ വകുപ്പ്. നമുക്ക് അനുസരിക്കാൻ പറ്റാത്തതൊന്നും വേണ്ട. നമുക്ക് അനുസരിക്കുന്നതെല്ലാം മതി. നമുക്ക് ക്ഷമിക്കുക, സഹിക്കുക, സ്നേഹിക്കുക, പിന്നെ അനുഗ്രഹിക്കുക, പിന്നെ ഇങ്ങോട്ട് പ്രാപിക്കുക, പിന്നെ പൊട്ടിക്കുക. പൊട്ടട്ടെ പൊട്ടട്ടെ, ഇതൊക്കെ അതെല്ലാം നമുക്ക് വേണ്ടുന്ന. നമുക്ക് വേണ്ടാത്തെല്ലാം എടുത്തൊന്ന് കളഞ്ഞേക്കുക. അതുകൊണ്ട് ദൈവം കളയത്തില്ല. കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് വേണമെങ്കിൽ ഒന്ന് വെട്ടിക്കുറിച്ചൊക്കെ വെച്ചോ, ഒരു ആശ്വാസത്തിന്. ദൈവം മാറ്റം വരുത്തത്തില്ല. വിശുദ്ധന്, നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കണം. നിങ്ങളുടെ ശരീരങ്ങളെ പോലും പഠിപ്പിക്കലിറങ്ങി. ശരീരം കൊണ്ട് എന്ത് പാപം ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ആത്മാവിന് കേടുപറ്റാതെ സൂക്ഷിച്ചാൽ മതി. ആത്മാവിനെ നീ എന്തോ ഫ്രെയിം ചെയ്ത് സഞ്ചിയിലിട്ടുകൊണ്ട് നടക്കുവാണോ? കേടുപറ്റാതെ സൂക്ഷിക്കണം. എടാ, ആത്മാവിന് കേടുവരുത്താൻ നീ അതിനെ ഫ്രെയിം ചെയ്ത് പോക്കറ്റിൽ കൊണ്ട് നടക്കുവാണോ? അഴുക്കി വീടാതെ തട്ടാതെ സൂക്ഷിച്ചു പോകണം. നിനക്ക് സൂക്ഷിക്കാൻ പറ്റുന്നത് നിന്റെ ശരീരത്തെ ഉള്ളൂ. മനഃപൂർവമായി നിനക്ക് സൂക്ഷിക്കാൻ കഴിയുന്ന ഒന്നാണ് ശരീരം. അത് ജീവനും വിശുദ്ധിയും പിന്നെ ഒന്നുകൂടെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി. ഇത് ആമേൻ, മൂന്നും ഒരു ഭാഗത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇതിനെ ശരീരങ്ങളെ ഒന്ന് ജീവനും, രണ്ട് വിശുദ്ധിയും, മൂന്ന് ദൈവത്തിന് പ്രസാദമുള്ള യാഗം. ഇത് മൂന്നും എന്തിനാക്കണം? ശരീരങ്ങളാക്കണം. അങ്ങനെ അല്ലയോ? അതിനെ വ്യാഖ്യാനിച്ചൊന്നും കൊണ്ടുപോകണ്ട. വ്യാഖ്യാനം വേണ്ട. അത് ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. ജീവനുള്ളതായിരിക്കണം. ഇനി ആ ശരീരത്തെ സ്വന്തം ശരീരം ഒന്ന് വേണമെങ്കിൽ പോരാത്തതിന് നമുക്ക് വേണമെങ്കിൽ സഭ എന്ന ശരീരമായിട്ട് വേണമെങ്കിൽ ഒന്ന് വ്യാഖ്യാനിക്കാം. എന്നാലും സഭയാകുന്ന ശരീരം എന്തുള്ളതായിരിക്കണം? വിശുദ്ധിയായിരിക്കണം. അപ്പൊ പിന്നെ നമ്മൾ അശുദ്ധി ചെയ്തുകൊണ്ട് കയറിയിരുന്ന സഭ വിശുദ്ധി ഉള്ളതാവും. വിട്ടുന്നില്ല. നമ്മൾ സൂത്രം കാണിച്ചിട്ടുണ്ടോ നമ്മൾ കൂടി വരുന്നത്, രക്ഷിക്കപ്പെട്ടവർ കൂടി വരുന്നതാണ് സഭ. അങ്ങനല്ലയോ സഭ? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. കെട്ടിടത്തിന്റെ വലിപ്പമല്ല സഭ. കെട്ടിടത്തിന്റെ കൂട്ടം വലിപ്പമല്ല സഭ. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. ആ സഭയ്ക്കകത്ത് വരുന്നവൻ ശരീരത്തെ അശുദ്ധിയിൽ ഏൽപ്പിച്ചിട്ട് വന്നിരുന്നാൽ സഭ വിശുദ്ധി ഉള്ളതാകുമോ? ആകുമോ? അല്ല, കെട്ടിടമാണ് സഭയെങ്കിൽ വന്നിരിക്കുന്നവർ എന്ത് സൂത്രം കാണിച്ചിട്ട് വന്നാലും കുഴപ്പമില്ല. ഇവിടെ ഒന്നും അഴുക്ക് പറ്റാതെ കൃത്യമായിട്ട് പെയിന്റ് അടിച്ചാൽ കൊണ്ടുപോയാൽ മതി. ഇത് ശുദ്ധിയായിട്ട് സൂക്ഷിച്ചാൽ മതി. അഴുക്കൊന്നും പറ്റരുത്. എല്ലാ ആഴ്ചയിലും പെയിന്റ് അടിച്ചാൽ അത്രയും വിശുദ്ധമായിട്ട് സഭയിൽ, ഏത് പള്ളിയിരിക്കും. അതല്ല സഭ. അപ്പോൾ അശുദ്ധി ഇഷ്ടപ്പെടാത്തവനും വിശുദ്ധിയിൽ ഭയങ്കരമായ ദൈവത്തിന്റെ സന്നിധിയിൽ ചേർത്തിരുത്തുവാനാണ് കർത്താവ് നമ്മെ ചേർക്കാൻ വരുന്നത്. ഇങ്ങനെ നാം അവനോട് കൂടെ ഇരിക്കും.
ഇഷ്ടപ്പെടുന്നവനല്ല, അവൻ അശുദ്ധിയിൽ വസിക്കുന്നവനല്ല, അവൻ വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിന്റെ അടുക്കൽ ഇരിക്കണമെങ്കിൽ ഒന്നച്ചാച്ചോ മാമേ സൂത്രപ്പണിയും കൊണ്ടൊന്നും അങ്ങോട്ട് ഇരുത്തത്തില്ല. പള്ളിയിലെടുത്തു ഈ കാര്യം പാസ്റ്റർക്ക് ഇപ്പൊ എല്ലാവരും സ്കാൻ ചെയ്ത് നോക്കിയിട്ടൊന്നും കൊണ്ടുവരാൻ ഒക്കത്തില്ല. അതുകൊണ്ട് പാസ്റ്റർ പറയും നിങ്ങൾ മാനസാന്തരപ്പെടാത്ത അത്രയും പറയാൻ ഒക്കുമോ? അതിനകത്ത് കയറി ചൂഴ്ന്നു നോക്കാനും നോക്കത്തില്ല. എന്നാൽ തമ്പുരാന്റെ സന്നദ്ധിയിൽ സകലവും നഗ്നവും മലർന്നവുമായിട്ട് കിടക്കുക. അവിടെ പിന്നെ മറയും ഒളിയൊന്നും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ കേൾക്കുമ്പോൾ അകത്തൊരു കത്തലുണ്ടാകണം. തിരുവഴുത്തുള്ള തെളിയിക്കുമ്പോൾ അവരുടെ ഉള്ളം കത്തി. അങ്ങനെ കത്തുന്നത് അതാ യഥാർത്ഥ ഫയർ. പലനത്തിന്റെ പൊരുൾ അകത്തോട്ട് കയറുമ്പോൾ ഉള്ളമൊരു പടപ്പുണ്ട്, അതാ ഫയർ. അല്ലാതെ പുറത്തുള്ള ഗ്ലാസും ചെക്കും ചവിട്ടി പൊട്ടിച്ച് കസേര എടുത്ത് ഫയർ ഫയർ ഫയറെന്നടിച്ച അതല്ല ഫയർ. പ്രൈസ് ദി ലോർഡ്. അകത്ത് തിരുവചനം കയറുമ്പോൾ ഒരു കത്തലുണ്ട്, ഒരു പടച്ചിലുണ്ട്. അയ്യോ കർത്താവേ എന്നൊരു വിളിയുണ്ട്. അതാ കത്തുന്ന അനുഭവം. പ്രൈസ് ദി ലോർഡ്. മർക്കോസ് 4:34 പഠിക്കുമ്പോൾ അവിടെ കർത്താവ് പറഞ്ഞു ഉപമ കൂടാതെ അവൻ അവരോടൊന്നും പറഞ്ഞില്ല. അതുകൊണ്ടൊരു കൊച്ചു കഥ ഞാൻ നിങ്ങളോട് പറയാം. ഒരു ഉപമ, ഒരു ചെറിയ കഥ. എന്താ? വയലിൽ പണിക്കിറങ്ങിയ കറിയാച്ചൻ, വയലിൽ കളയ്ക്കാൻ ഇറങ്ങിയ കറിയാച്ചൻ ഒരു 11 മണിയായി രാവിലെ കടയിൽ കഴിയുമ്പോൾ വല്ലാത്ത വിശപ്പ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കടയിലോട്ട് കയറി. ഒരു കട കണ്ടു, വെട്ടിക്കടയിൽ ചെന്നു. എന്തുകൊണ്ട് ചേട്ടാ കഴിക്കാൻ? മട്ടൻ ബിരിയാണി. ഒട്ടനെ ഉള്ളൂ. അന്നാ കഴിക്കട്ടെ, മട്ടൻ ഇങ്ങോട്ട്, വിശപ്പ് സഹിക്കാൻ വയ്യ. അങ്ങനെ ചെളിക്കുണ്ടിനകത്തൊന്ന് കയറി വന്ന കറിയ ആ പൈപ്പിനകത്ത് കൈമാത്രം ഒന്ന് കഴുകി. എന്തിനാ? കഴിക്കാൻ വേണ്ടി. അതെന്താ കൈമാത്രം കഴുകിയ? കുളിച്ചിട്ട് കഴിച്ചാൽ പോരാ. കൈമാത്രം കഴിയതിന്റെ കാരണം കഴിച്ചിട്ട് പിന്നെ എങ്ങോട്ട് ഇറങ്ങണം? ചെളിയിലോട്ട് ഇറക്കണം. അതുകൊണ്ട് കൈമാത്രം ഒന്ന് കഴുകി. പിന്നെ കടക്കാരന്റെ കസേര ചീത്തയാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ഒരു ന്യൂസ് പേപ്പർ എടുത്ത് വിരിച്ചിട്ട് അതിനകത്തോട്ട് പയ്യെ അങ്ങിരുന്നു. കാര്യം കഴിച്ചിട്ട് ഇറങ്ങണം. ആ കഴിക്കാൻ നല്ല മട്ടൻ ബിരിയാണി, ആവി പറക്കുന്ന മട്ടൻ ബിരിയാണി പ്ലേറ്റിനകത്ത് കൊണ്ട് അങ്ങോട്ട് വെച്ചു കേട്ടോ. വിശപ്പ് സഹിക്കാൻ വയ്യാതിരിക്കുക. കണ്ടപ്പോഴത്തേക്ക് അയ്യോ നാവി കപ്പലോടി ചാടി അങ്ങോട്ട് എടുത്തു. പ്ലേറ്റ് അങ്ങോട്ട് എടുത്ത് കഴിക്കാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു വല്ലായ്മ ഈ കൈക്കകത്ത് ഫീൽ ചെയ്തു. പെട്ടെന്ന് ഈ പ്ലേറ്റ് ഒന്ന് ഉയർത്തി നോക്കിയപ്പോ കണ്ടു അതാ വളരെ വൃത്തികെട്ട അഴുക്കാണ് ഈ പ്ലേറ്റിന്റെ അടിയിലിരിക്കുന്നത്. അതിനകത്തോട്ടായി കൈ വെച്ചത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, മട്ടൻ ബിരിയാണിക്കകത്ത് ഈ അഴുക്കൊന്നുമില്ല. ഈ അഴുക്ക് എവിടാ? പ്ലേറ്റിന്റെ പുറത്ത്. അതിപ്പോ എന്തോ കുഴപ്പമൊന്നും പറഞ്ഞ് പുള്ളി തിന്നില്ല. ഈ അഴുക്ക് അങ്ങോട്ട് കയ്യെ പറ്റിയപ്പോഴത്തേക്ക് ഇത്രയും വിശപ്പുണ്ടായ മനുഷ്യൻ ചാടി അങ്ങോട്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞു, എടോ ഇതെന്നാ സൗജന്യമാട്ടോ, എന്നാ വഴിയായി കാണിച്ച ഫുഡ് ഇൻസ്പെക്ടറെ വിളിക്കും, ഇപ്പം നിന്റെ കട ഞാൻ പൂട്ടിക്കും, എന്നാ ഈ വൃത്തികെട്ട അഴുക്ക് പാത്രം കഴുകാതെ ഇങ്ങനെയാണോ ഇവിടെ സ്ഥിരം പരിപാടി ഒക്കെ അങ്ങ് ഷൗട്ട് ചെയ്യുക. ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, ഈ മനുഷ്യൻ എവിടുന്നാ വന്നേ? ചെളിയിൽ നിന്ന് കയറി വരിക. ശരീരം മുഴുവൻ എന്താ? ചെളിയ. ഇനി പോണ്ടത് എങ്ങോട്ടാ? ചെളിയ. നല്ല വിശപ്പും ഉണ്ട്. നിങ്ങളൊന്ന് ചിന്തിക്കണം. അഴുക്കിൽ നിന്ന് കയറി വന്ന കേവലം ഒരു മനുഷ്യൻ ഇത്രയും വിശപ്പുണ്ടായിട്ടും ഈ അഴുക്കിനെ അവൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, അഴുക്കിന്റെ അംശം പോലും ഇല്ലാതെ പരിശുദ്ധിയിൽ വസിക്കുന്ന ദൈവം, വിശുദ്ധിയിൽ വസിക്കുന്ന ദൈവം അശുദ്ധിയുള്ളവരെ തന്റെ അടുക്കൽ ഇരുത്തണമെന്നൊക്കെ വാദിച്ചാൽ നടക്കുന്ന പരിപാടിയല്ല. നീ വിശുദ്ധിയിൽ ജീവിക്കാതെ മറ്റൊരു ഓപ്ഷൻ മുന്നോട്ട് വയ്ക്കാൻ ഇല്ലാത്തത് കൊണ്ട് ദൈവം നിന്നെ ഭൂമിയിൽ ഉപ്പാക്കി വെച്ചിരിക്കുമ്പോൾ ഏറ്റവും ഒന്നാമത്തെ ഘടകം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഘടകം, നിന്റെ ജീവിതം വിശുദ്ധിയിൽ സൂക്ഷിക്കുക. അശുദ്ധിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിന്റെ മുഖം ആരും ഒന്നുമില്ല. ഞാൻ സെക്രട്ടറി ആരും ഒന്നും. സെക്രട്ടറി ആയാലും ട്രഷറായാലും സൂപ്രണ്ടായാലും എന്റെ നാട്ടുഭാഷ ഞാൻ പറഞ്ഞാൽ റവയായാലും മൈദായാലും ഒന്ന് ഞാൻ പറയാറുണ്ട്. ആരായാലും ശ്രദ്ധിക്കണമേ, വിശുദ്ധിയില്ലയോ കർത്താവിന്റെ മുഖം നീ കാണത്തില്ല എഴുതിയിട്ടുണ്ടെങ്കിൽ ആ തിരുവെഴുത്തിന് മാറ്റമില്ല. പ്രാണനാഥന്റെ മുഖം നീ കാണത്തില്ല. Praise the Lord.
അതുകൊണ്ട് ജീവിതത്തിൽ വിശുദ്ധിക്ക് തടസ്സമായി, വളരെ ശ്രദ്ധിക്കണം, വിശുദ്ധിക്ക് തടസ്സമായി അശുദ്ധിയുടെ അനുഭവങ്ങൾ ജീവിതത്തിനകത്ത് പ്രവേശിപ്പാൻ ശത്രു കൊണ്ടുവരുന്ന സകല ചാലുകളും ഇന്ന് രാത്രി അടച്ചിട്ട്, അതേ ആമേൻ, എന്റെ ജീവിതത്തിൽ, അതേ എന്റെ ജീവിതയാത്രയിൽ, അതേ എന്റെ ഇടപാടിൽ, അതേ എന്റെ കൊടുക്കൽ വാക്കലുകളിൽ, അതേ ജീവിത വിശുദ്ധിക്ക് തടസ്സമായി വന്നിരിക്കുന്ന സകലതും വിട്ടൊഴിഞ്ഞ രാത്രി വിശുദ്ധിയിലേക്ക് മടങ്ങി വരുന്ന ഒരു കൂട്ടം പട്ടണത്തിന്റെ നടുവിൽ എഴുന്നേൽക്കും. ഇത് ദൈവത്തിന്റെ ആഗ്രഹമാ. കാരണം നീ നശിച്ചു പോകാൻ ദൈവത്തിന് ആഗ്രഹമില്ല. നീ നരകത്തിൽ വീഴാതിരിക്കാൻ വേണ്ടിയാ. നമ്മളെല്ലാം ഇവിടെ അമേരിക്കക്കാർ മുഴുവൻ സ്വന്തം നല്ല ലൈഫ് മുഴുവൻ മാറ്റി വെച്ചിട്ട് ഇവിടുത്തെ ലൈഫ് നിങ്ങൾ ശ്രദ്ധിച്ച്, ഭാര്യയും ഭർത്താവും രാവും പകലും അധ്വാനിക്കുക. ഭർത്താവ് രാവിലെ പോയി വൈകുന്നേരത്ത് വന്ന് കയറുമ്പോൾ ഭാര്യ പോയി. ഇത് തമ്മിൽ കാണുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ കൃപ. അവൻ അത്ര പോലും എന്ത് ചെയ്യാ, ഓടി നടന്ന അധ്വാനം. കാര്യം അങ്ങനെ ജീവിതം മുന്നോട്ട് വീട് ഉണ്ട്, ഉള്ള കാലം ജോലി ചെയ്താലേ ഇത് സ്വന്തമാകത്തുള്ളെന്നാ പറയുക. ഏതായാലും ഇത്രയും അധ്വാനിച്ച് ഇവര് ചോദിക്കുമ്പോൾ നമ്മൾ പറയുമോ, നമ്മുടെ ജീവിതത്തിന് ഒരു നല്ല പ്രായമുണ്ട്, ആ നല്ല പ്രായം മുഴുവൻ ഇങ്ങനെ ഓടി നടന്നെങ്കിൽ അധ്വാനിച്ച് കളയുമല്ലേ എന്ന് ചോദിച്ചാൽ അവര് പറയുന്നൊരു മറുപടി ഉണ്ട്, ആട്ടെ എന്ത് ചെയ്താലും എന്തിനാ, ആർക്ക് വേണ്ടിയാ? കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാ. ഈ കിടന്ന് അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതും രാവും പകലും ഓടുന്നതും സമ്പാദിക്കുന്നതുമെല്ലാം തന്റെ കുഞ്ഞിന് വേണ്ടിയാന്ന് പറയുമ്പോൾ സ്വർഗത്തിന്റെ സ്നേഹം തന്റെ ഏകജാതനായ കുഞ്ഞിനെ ഇങ്ങ് തകർത്തുകൊണ്ട് സ്നേഹിച്ചു. നമ്മളെല്ലാം ഓടുന്നതും അധ്വാനിക്കുന്നതും തലമുറ നല്ലതായിരിക്കാൻ വേണ്ടി. ദൈവത്തിന്റെ സ്നേഹമോ തന്റെ ഏകജാതനായ പുത്രനെ കാൽവരിയുടെ കൊലക്കളത്തിൽ ഒരു യാഗമാക്കിക്കൊണ്ട് അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയതിന്റെ കാരണം, ഞാനും നീയും നരകശിക്ഷയിൽ പോയി വീണ പൈശാചികന് വേണ്ടി അവന്റെ ദൂതന്മാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള നിത്യാഗ്നിയിൽ പോയി വീണ രാവും പകലും ദണ്ഡനം അനുഭവിക്കുന്ന രംഗം എന്റെ ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട്, അതെന്റെ ദൈവത്തിന് സഹിക്കമേലാത്തത് കൊണ്ട് സ്വന്തം പുത്രനെ തകർത്തിട്ട് നിന്നെ നരകശിക്ഷയിൽ വീഴാതിരിപ്പാൻ വേണ്ടി സ്നേഹിച്ച ദൈവത്തിന് വിശുദ്ധിയില്ലാത്തതിന്റെ പേരിൽ നീ നരകത്തിൽ പോയി വീഴുന്നത് ഒട്ടും സഹിക്കില്ല. അതുകൊണ്ട് എന്റെ ദൈവം പറയുന്നത്, നീ എന്തിലേക്ക് മടങ്ങി വരണം? നീ വിശുദ്ധിയിലേക്ക് മടങ്ങി വരണം. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഈ മക്കളെ, നാം വിശുദ്ധിയിൽ നിന്ന് അകന്നുപോയി. ദൈവസഭയ്ക്ക് വിശുദ്ധിയുണ്ട്, വേർപാടുണ്ട്. ഇന്ന് വേർപാടെന്ന വാക്ക് കേൾക്കാനില്ല. എന്താ വേർപാടെന്നാ ചോദിക്കുക. കഴിഞ്ഞ ദിവസം ഞാന് കുറച്ച് കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുത്തു. ഇവിടുത്തെ തലമുറയ്ക്ക് കുഞ്ഞുങ്ങളെ ഇരുത്തി അവരോട് സംസാരിച്ചു. സെപ്പറേഷൻ അവർക്കറിയില്ല. ഞാൻ വേറെ ദിവസം എടുത്തു വാക്യം വെച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇവിടുത്തെ യൗവനക്കാരുടെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു. പ്രൈസ് ദ ലോർഡ്. നമ്മൾ പറയുന്നത് ഇവിടുത്തെ വീടിന് തലതെറിച്ചൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് നമ്മൾ പറയുന്നത്. കാര്യമുണ്ട്, പറയേണ്ടത് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ പഠിപ്പിക്കേണ്ടത് അവരെ പഠിപ്പിച്ചില്ല, അതാ പരാജയം. പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്ക്. കുഞ്ഞുങ്ങളൊന്നും തലതെറിച്ചൊന്നും പോത്തില്ല എന്ന്. എന്താ വിശുദ്ധി, എന്താ വേർപാട് അവർക്കറിയത്തില്ല. അവര് പറയുന്നത് ഞങ്ങളുടെ പ്രായം ഇതാണ്, ഞങ്ങൾ ഇച്ചിരി അടിച്ചു പൊളിച്ച് നടക്കുന്ന സമയമാണ് എന്നൊക്കെ പറഞ്ഞ് അവര് യോ 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 എന്നും പറഞ്ഞ് നടക്കുമ്പോൾ നമ്മൾ കൂടെ അങ്ങ് നിൽക്കുക അഡ്ജസ്റ്റ്മെന്റിൽ. പ്രൈസ് ദ ലോർഡ്. അവരെ പഠിപ്പിക്കുക എന്താ വിശുദ്ധി, എന്താ വേർപാട്. പ്രൈസ് ദ ലോർഡ്. വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവജനത്തിനു വേണ്ടി ഏത് സമയത്തും ഉണർന്ന് പ്രവർത്തിക്കുന്ന ദൈവം പുസ്തകത്തിലുണ്ട്. ആ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. ദൈവജനത്തെ കുറിച്ചൊരു ഭയമുണ്ടായിരുന്നു ഒരു കാലത്ത്. അറിയോ, തലനരച്ചവരോടൊക്കെ ചോദിക്കണം. ചില വർഷങ്ങൾ പുറകോട്ട് പഠിച്ചാൽ ഇവിടെ തലനരച്ചവരോട് ഇപ്പോൾ ചോദിക്കണം. പെന്തിക്കോസുകാരി എന്ന് പറഞ്ഞൊരു പെൺകൊച്ച് വേദപുസ്തകം പിടിച്ചോണ്ട് റോഡിൽ കൂടെ നടന്നാണ്ടല്ലോ, കവലെ നിൽക്കുന്ന പയ്യന്മാരൊരു കമന്റ് പോലും പറയത്തില്ലായിരുന്നു. എന്താ കേൾക്കുന്നുണ്ടോ? ബൈബിളും പിടിച്ചോണ്ട് ഇതുപോലെ ഒരു പെൺകുഞ്ഞ് നടന്നു പോയാൽ വഴിയെ നിൽക്കുന്ന പയ്യന്മാരെ നോക്കിയിട്ട് ഒരു കമന്റ് പോലും പറയില്ല. കാരണം വല്ലവനും വാ തുറന്നാ അടുത്ത് നിൽക്കുന്ന പറയും, ഇവിടെ മിണ്ടല്ലേ, പ്രാർത്ഥനക്കാരിയാ, പോയി കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാ നീ ചത്തുപോകുമെന്ന് പറയും. ചത്തുപോന്ന് പറയും. പേടി.
അവര് പ്രാർത്ഥിച്ചാൽ ചിലത് നടക്കുമെന്ന് നിന്റെ രക്തബന്ധങ്ങൾ പോലും ഭയപ്പെട്ടൊരു കാലം. പന്തക്കോസ്ത് ദൈവമക്കൾ അവര് പായിട്ട് മാറിയിരുന്ന് മുട്ടുകുത്തിയാലുണ്ടല്ലോ സംഗതി ചിലത് നടക്കുമെന്ന് ജനം ഭയപ്പെട്ടിരുന്ന ഒരു കാലം. സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയാം. ഒരിക്കൽ കൊല്ലം ബീച്ചിൽ കടപ്പുറത്ത് കോളാമ്പി കൊണ്ട് പരസ്യയോഗത്തിൽ പ്രസംഗിക്കാൻ നിൽക്കുകയാണ് ഞാൻ. എന്റെ കൂടെ വന്ന സഹോദരന്മാരെ കാറ്റ് കൊടുക്കുക ബീച്ചിൽ. അവിടെ കാറ്റ് കൊള്ളാൻ വന്നിരുന്നവർ പോലീസിനെ വിളിച്ചു. അവര് പറഞ്ഞു ഞങ്ങളിവിടെ ഒത്തിരി ആശ്വാസത്തിന് സമാധാനത്തിന് വേണ്ടി അവിടെ തൊണ്ട കീറുന്നെന്നും പറഞ്ഞ് വിളിച്ചു. പോലീസ് വന്നു. ഞാൻ കൊച്ചു കോളാമ്പിയും കയ്യിൽ പിടിച്ച് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക. പോലീസുകാരൻ എന്റെ അടുക്ക വന്നിട്ട് ഇങ്ങനെ നിൽക്കുക. കാര്യം ഞാനൊന്ന് മുഖത്തോട്ട് നോക്കിയെങ്കിലേ പുള്ളിക്ക് സംസാരിക്കാൻ പറ്റൂ. ഞാനൊട്ട് നോക്കത്തുമില്ല. ഞാൻ അങ്ങോട്ട് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവസാനം ഈ പുള്ളി ഇങ്ങനെ ഫ്രണ്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു എന്താ സാധാരണ ചോദിച്ചു. ഉടനെ പുള്ളി ഇവിടെ മൈക്ക് ഓർഡർ ഉണ്ടോ പ്രസംഗിക്കാമെന്ന് ചോദിച്ചു. അപ്പൊ ഈ കൊച്ചു കോളാമ്പിക്ക് മൈക്ക് ഓർഡർ വേണ്ട. ഞാൻ പറഞ്ഞു സാറേ ഇതിന് മൈക്ക് ഓർഡർ വേണ്ടെന്ന്. അല്ല ഇവിടെ പരാതി കിട്ടിയിട്ട് വന്ന പരാതി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയുന്നത് പൊന്നു സാറേ അപ്പുറത്തോട്ട് നോക്ക്. ഏതാ കണ്ടു കാണാൻ വയ്യാത്ത അന്തന്മാരെ 2 ബോക്സ് കെട്ടി വെച്ച് ഗാനമേള നടത്തുക. അതൊന്നും ആർക്ക് ശല്യമൊന്നും. ഇവിടെ ഈ കോളാമ്പിക്കകത്തൂടെ കുടിക്കല്ലേ വലിക്കല്ലേ എന്ന് പറയുന്നതാണ് മാർക്ക് സഹിക്കാൻ വയ്യാതെ. എന്നാ പിന്നെ സാറ് പിടിച്ചങ്ങ് ജയിലിൽ കൊണ്ടിട്ട് ഒരു സഭ തുടങ്ങാനുള്ള ആൾ അവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു ആ പുള്ളി പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നും ഇല്ല 5 മിനിറ്റോടെ ഉള്ളത് തീർത്തേച്ച് പോകാൻ പോവാ ചുറ്റും അവിടെ നിൽക്കാൻ. അങ്ങനെ ഞാൻ പ്രസംഗിച്ചു. 5-10 മിനിറ്റിനകത്ത് തീർത്തിട്ട് ഞാൻ പറഞ്ഞു തീർന്നു ഞങ്ങൾ പോകുവാടേ ഒരു ശല്യവും ഇല്ല എന്ന് പറഞ്ഞ് സഹോദരന്മാരെ വിളിച്ച് ഞാൻ പോകുമ്പോൾ പോലീസുകാരൻ പുറകെ വന്നു. പുറകെ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആരാ തീർന്നു പോവുക എന്ന് പറഞ്ഞു. ഇവിടെ നിൽക്കുന്നില്ല പോവുക. അയ്യോ അതല്ല ഞാനൊരു ക്രിസ്ത്യാനിയാണ് ചാക്കോ എന്നാ പേര് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ആറ് ക്രിസ്ത്യാനിയായിട്ടാണ് പൂജാട്ടം പ്രസംഗിക്കുന്നത്. ഞാനൊരു മുസൽമാനായിരുന്ന മനുഷ്യൻ. ഞാൻ യേശുവിനെ പ്രസംഗിക്കണം. എന്നാലും കൊള്ളാം നന്നായിരുന്നു. നമ്മുടെ ജോലി എന്തിയോ നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും. നമുക്കിതൊന്നും നിങ്ങൾ നല്ല കാര്യമാണ് പറയുന്നത്. നമുക്കറിയാം നിങ്ങൾ ഒരു ദോഷവും ചെയ്യുന്ന കാര്യം. നിങ്ങളുടെ പ്രസംഗം കേട്ട് 2 എണ്ണം ഗുണപ്പെട്ട ഞങ്ങളുടെ ജോലി അത്രയും കുറഞ്ഞിരിക്കും. അല്ല നിങ്ങൾക്കൊരു ദോഷവും ശരി എന്നാൽ ആട്ടെ പറഞ്ഞു. ഞങ്ങൾ വീണ്ടും പോയപ്പോൾ പോലീസുകാരൻ വീണ്ടും വരിക പുറകെ. ഞങ്ങൾ തിരിഞ്ഞു ചോദിച്ചു എന്താ സാറേ എന്താ പ്രശ്നം. അല്ല എനിക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതാ. ഞങ്ങൾ ചോദിച്ചു അതിനെന്താ. നിങ്ങൾ പോയി കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് അവർക്കൊന്നും വരുത്തി വെക്കല്ല. ഇതൊരു തമാശയായി നിങ്ങൾ കാണരുത്. ജീവിതത്തിന്റെ അനുഭവത്തിൽ അന്നൊക്കെയാണ് പെന്തക്കോസ്ത അനുഭവത്തോട് ഒരു വലിയ അഭിമാനം തോന്നിയ നിമിഷങ്ങളാണത്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ മാറിയിരുന്ന് കരഞ്ഞാൽ, വിശുദ്ധിക്ക് വേണ്ടി വേർപാടിന് വേണ്ടി നിൽക്കുന്ന ദൈവമക്കളുടെ കണ്ണുനീരൊന്ന് താഴോട്ട് വീണാൽ അത് തുരുത്തിയിലാക്കി വെച്ചിട്ട് അവന് വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടൊരു കാലം ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അന്നത്തെ യഹോവ അന്ന് പുള്ളി അങ്ങനെ ആയിരുന്നു, സഡൻലി റിപ്ലൈ ആയിരുന്നു. ഇന്നോ അന്നത്തെ യഹോവ മരിച്ചു, ഇപ്പം പുള്ളിയുടെ കുഞ്ഞമ്മയുടെ മോനല്ലേ ഇപ്പോഴത്തെ യഹോവ. അതുകൊണ്ടല്ലേ ഇതൊന്നും നടക്കാത്തതെന്നൊന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇല്ലില്ല. ദൈവത്തിന്റെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ല. ദൈവിക സ്വഭാവത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ദൈവിക പ്രവൃത്തികൾക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പിന്നെ എന്തേ വെളിപ്പെടുന്നില്ലെന്ന് ചോദിച്ചാൽ ജനമേ നീ വിശുദ്ധിയിലേക്ക് മടങ്ങുക. കൈയുടെ ബലം കൊണ്ട് അധ്വാനിച്ചാൽ, ശരീരത്തിന്റെ കഴിവുകൊണ്ട് അധ്വാനിച്ചാൽ, ദൈവം നൽകിയ താലന്ത് കൊണ്ട് അധ്വാനിച്ചാൽ ലഭിക്കുന്ന നന്മകളെ നോക്കിയിട്ട് ഇതെല്ലാം ദൈവം എന്റെ ജീവിതത്തിൽ പ്രസാദിച്ചുകൊണ്ട് തന്നതാണെന്ന് കരുതാതെ, കഴിവ് കൊണ്ട് നേടിയതൊന്നും ദൈവം എന്റെ ജീവിത പ്രസാദം കൊണ്ട് തന്നതാണെന്ന് കരുതാതെ ദൈവത്തിന് വേണ്ടി വിശുദ്ധിയിലേക്ക് മടങ്ങി വരുന്നൊരു അനുഭവം ഉണ്ടായിരുന്നു. രാത്രികാലം ഒരു ന്യൂനപക്ഷം. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു, ഈ സഭ നിറഞ്ഞ ആളൊന്നും ഇവിടെ ഇരിപ്പില്ല. അവിടെ ഇവിടങ്ങളിലായി കാലിയുണ്ട്. എനിക്ക് സന്തോഷമാണ്. എന്താ കാരണം? ആൾക്കൂട്ടമല്ല എന്റെ വിഷയം. ഞാൻ കവലെ പോസ്റ്റിനോടും മരത്തോടും പ്രസംഗിക്കുന്ന ആളാണ്. അവിടെ എനിക്കൊരു പേര് വിട്ടിട്ടുണ്ട് ഇന്റർനെറ്റിൽ, ഷമീർ കൊല്ലം ബ്രാക്കറ്റിൽ നിർജ്ജന പ്രദേശം. ഞാനിപ്പോ ഇവിടുത്തെ 15-ാം തീയതി നാട്ടിൽ പോവുക. 15-ാം തീയതി നാട്ടിൽ പോയാൽ അടുത്ത ജനുവരി ഫെബ്രുവരിയിലെല്ലാം പരസ്യയോഗം ക്രമീകരിച്ചേക്കോ. കർത്താവിനെ അറിയാത്ത ആ ജാതികളുടെ മുമ്പിൽ ഒരു ദിവസം 5-6 കവലെ പ്രസംഗിച്ചിട്ട് അന്ന് രാത്രി പോയി കിടന്ന് ഉറങ്ങി. എന്നാ സുഖം അറിയാം ഉറക്കത്തിൽ. അമേരിക്ക വന്ന് 3 മാസം കൊണ്ട് എന്റെ ഉറക്കം പോയി. ഞാൻ വളരെ സത്യമാണ് പറഞ്ഞു. 13 വർഷം എന്റെ നാട്ടിലെ തെരുവിൽ നിന്നു. തെരുവിൽ പ്രസംഗിച്ച് ഞാൻ സമാധാനത്തോടെ ഉറങ്ങി. ഓരോ പരസ്യവും കഴിഞ്ഞ് വണ്ടി ഓടിച്ച് വീട്ടോട്ട് പോകുമ്പോൾ എന്നാ സുഖം എന്നറിയാം മനസ്സിൽ. രസമാണ്. അങ്ങനെ ഉറങ്ങി. അമേരിക്ക വന്നു. എന്താ ഞാൻ തിരിച്ചു വരാത്തെന്ന് പറഞ്ഞ അവന്മാർക്കെല്ലാം പ്രശ്നം. ഞാനാണെങ്കിൽ നാളെ പോകാൻ റെഡി ആയിട്ടിരിക്കുന്നു. ഇവിടെ മീറ്റിംഗ് ഉള്ളതുകൊണ്ടല്ലേ പോവാ. എന്തോ ചെയ്യും?
സ്വോത്രം. കാര്യം ഇവിടെ വന്ന അച്ചാച്ചന്മാരെല്ലാം വീട്ടിൽ ഇരുന്ന് ഡയറി ഞാനിവിടെ വന്നിട്ടുണ്ടേ, എന്നാ അങ്ങോട്ടൊന്ന് ഇറങ്ങട്ടെ എന്ന് ചോദിച്ചാൽ എല്ലാം കറക്കി ഇരിക്കുമ്പോൾ ഇവിടെ ഉള്ള നോട്ടീസിലെല്ലാം ഷമീറിന്റെ പേര് ഒക്കെ കണ്ടിട്ടൊന്നും സഹിക്കാൻ വയ്യ. ക്രൈസ്തവോ ഇവിടെ വന്നവരെല്ലാം തിരിച്ചു പോയി, ഞാനിവിടെ പോകുന്നില്ല. ഞാനാണെ ശോഭാന്റോട് ചോദിച്ചു ഒരു മീറ്റിംഗ് എടുക്കല്ലെന്ന് പറഞ്ഞു. ചോദിച്ചു ആളിനെ എത്തിക്കൊണ്ടാ പറഞ്ഞു, ഇനി എടുക്കല് വേണ്ടാന്ന് പറഞ്ഞു, എങ്ങനെയും പോട്ടെന്ന് പറഞ്ഞു. അങ്ങ് പോയാ മതി. ആ കവലയാണേ നല്ലത്. സ്തോത്രം. കർത്താവിനെ അറിയാത്ത ആ ജനത്തിന്റെ മുമ്പിൽ അതെ ഞാൻ ഇസ്ലാമായിരുന്നു, ഞാനിങ്ങനെ ജീവിച്ചവനായിരുന്നു, എന്നെ കർത്താവിനെ വിടുവിച്ചു, ആ ദൈവം ജീവിക്കുന്നു എന്ന് യേശുവിനെ അറിയാത്ത കുടിയന്മാരുടെയും യേശുവിനെ അറിയാത്ത ജാതികളെ നടുവിൽ നിന്നുകൊണ്ട് ആമെ സ്വന്തം പേരിൽ ആ സാക്ഷ്യം വിളിച്ചു പറഞ്ഞിട്ട് ആ വീട്ടിലോട്ട് പോകുന്ന അന്നത്തെ ഉറക്കമുണ്ടല്ലോ, അയ്യോ അതൊന്ന് തിരിച്ചു കിട്ടാൻ ഏറ്റവും വേഗത്തിൽ കാത്തിരിക്കും. വിശുദ്ധിയിലേക്ക് മടങ്ങി വരുന്ന ഒരു ന്യൂനപക്ഷം. സഭ നിറയണ്ട, കാലിയായി കിടക്കട്ടെ, പക്ഷെ പ്രമാണത്തിൽ നിൽക്കുന്ന ഒരു ന്യൂനപക്ഷം, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ന്യൂനപക്ഷം ഈ മഹാപട്ടണത്തിൽ കൈകോർക്കണം. ഇതിന്റെ മാറ്റം ലോകം കാണണം. ആമേൻ. നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന, ചോദ്യം ചെയ്യുന്ന ജനം പറയണം, അതെ ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെട്ടു എന്ന് ജനം പറയണമെങ്കിൽ ആമേൻ വചനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പക്ഷം ഇവിടെ എഴുന്നേൽക്കണമെന്ന്. ആമേൻ. വില കൊടുക്കുക. നമ്മുടെ പിതാക്കന്മാര് വില കൊടുത്തില്ലേ? അവര് ചപ്പന്നും ചവറന്നും കണ്ട് വലിച്ചെറിഞ്ഞ നന്മയല്ലേ ഇന്ന് നമ്മൾ ഈ കുനിഞ്ഞു പറക്കുന്നത്? അവര് വലിച്ചെറിഞ്ഞ ചവറല്ലേ ഇന്ന് നമ്മുടെ വാഗ്ദത്തം. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കും, വിശുദ്ധി. അതിന്റെ സെക്കൻഡറി ബാക്കിയല്ല, ഇമ്പോർട്ടന്റ് ആയിട്ട് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഘടകമാണ് വിശുദ്ധി. ബാക്കിയെല്ലാം അതിനോട് സെക്കൻഡാണ്. ബാക്കിയെല്ലാം നമ്മൾ ചെയ്തു, വിശുദ്ധി ഇല്ലയോ? എന്താ കാര്യം? നമ്മൾ പുണ്യപ്രവൃത്തി ചെയ്തു, നമ്മൾ ഒരു കൺവെൻഷൻ വെച്ചു, കൺവെൻഷൻ അടുത്ത ആഴ്ച ഞങ്ങളുടെ ഇതിലെ കൺവെൻഷൻ ഒരു വിഷയമില്ല, സാക്കലർക്കും ഭക്ഷണം എന്റെ വക. എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. ദൈവനാമത്തിൽ തണ്ണീർ കുടിപ്പാൻ കൊടുത്താൽ പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ്, നീ കർത്താവിന്റെ നാമത്തിൽ ചെയ്യുന്ന സകലത്തിനും ദൈവം നിന്റെ തലമുറയെ അനുഗ്രഹിക്കും. ഭൂമി പക്ഷെ അതിന്റെ ലെവലല്ല നീ നിത്യതയെ പോകുന്നു. അതിന്റെ മാനദണ്ഡം വിശുദ്ധിയാണ്. അതായത് ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന സൂത്രങ്ങളെല്ലാം കവർ ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ കവറാകുന്നു? ഒരിക്കലും കവറാകത്തില്ല. വിശുദ്ധിയാണ് നിത്യതയ്ക്കുള്ള മാനദണ്ഡം. നാം അതിലേക്ക് മടങ്ങി വരണം. ഒന്ന്. രണ്ട്, അവൻ ഉപ്പിന്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ് ഉപ്പ് ദാഹം വരുത്തുന്ന വസ്തുവാണ്. നാട്ടിലൊരു ഇങ്ങനെ ഒരു ചൊല്ല് പറയാറുണ്ട്, ഉപ്പ് തിന്നവൻ ഉപ്പ് ദാഹം വരുത്തുന്ന വസ്തുവാണ്. അല്ലേ? നീ ഭൂമിയിൽ ആരാന്നാ വായിച്ചേ? ഉപ്പ. നീ ആർക്ക് ദാഹം വരുത്തുന്നുണ്ട്? ആരെ കുറിച്ച് ദാഹം വരുത്തുന്നുണ്ട്? നിന്നെ രക്ഷിച്ച, നിന്നെ വിടുവിച്ച, നരകശിക്ഷയിൽ നിന്ന് നിന്റെ പേര് വെട്ടി ജീവന്റെ പരദീസയ്ക്ക് നിന്നെ അവകാശിയാക്കി തീർത്ത ആ കർത്താവിനെ കുറിച്ചുള്ള ദാഹം എത്ര പേരുടെ ഹൃദയത്തിൽ ഇടാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ആയുഷിനകത്ത്? ചിന്തിക്കേണ്ട വിഷയമാണ്. ഞാൻ നാട്ടിലാണ് ഈ പ്രസംഗമെങ്കിൽ ഞാൻ ഇങ്ങനെ പറയും, ദിനം പ്രതി, ദിവസം പ്രതി പാൽക്കാരൻ, പത്രക്കാരൻ, മീൻകാരൻ, അവലുകാരൻ, ആക്രിക്കാരൻ തുടങ്ങി അങ്ങോട്ട് എത്രയോ വ്യക്തി ജീവിതങ്ങളെ നിന്റെ മുന്നിൽ കൂടെ കർത്താവ് ഡേ ബൈ ഡേ കടത്തി വിടുക. എത്ര പേരോട് പറഞ്ഞിട്ടുണ്ട് നിന്നെ രക്ഷിച്ച യേശുവിനെ കുറിച്ച്. അവിടെയാണ് യേശു പറഞ്ഞ മറ്റൊരു പോയിന്റ് ഞാൻ ഓർക്കുന്നത്. സത്യത്തിന്റെ ആത്മാവെന്ന ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോഴോ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ നിന്നെ രക്ഷിച്ച യേശുവിനെ കുറിച്ച് നീ പറഞ്ഞിരിക്കും. യോഹന്നാൻ 15:26 ആ ഭാഗം എടുക്കണ്ട. ആമേൻ. ആ യേശുവിനെ കുറിച്ച് നീ പറഞ്ഞിരിക്കും. ഡിഗ്രി ഇല്ലെങ്കിലും, അറിവില്ലെങ്കിലും, കഴിവില്ലെങ്കിലും നിന്നെ രക്ഷിച്ച യേശുവിനെ കുറിച്ച് നീ മറ്റൊരുത്തരോട് പറയുന്നെങ്കിൽ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന വചനം. ഞാൻ നിങ്ങളോട് ചോദിച്ചു, ഷമീർ വാസേ, ദൈവം ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ഒത്തിരി അത്ഭുതങ്ങളായ എന്റെ ലൈഫ് എന്ന് പറയുന്നത്, അതിൽ ദൈവം ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിക്കേ, ഞാൻ പറയും ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്ന. കാരണം എനിക്കിത് അറിയത്തില്ല.
മദ്രസയിൽ ഞാൻ ഖുർആൻ പഠിക്കാൻ 7 വർഷം ഞാൻ മദ്രസയിൽ പോയിട്ടുണ്ട്. 6 മാസം പോലും ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് വാക്യം പറയാം, വചനം പറയാം. അതാ എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതം. പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ നീ പറയും യേശുവിനെ കുറിച്ച്. അതിന്റെ ഡിഗ്രിയും കഴിവിലും ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് പറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് തമ്പേർ അടിച്ച് ദൈവത്തെ ആരാധിച്ച് 2 തമ്പേർ അടിച്ചു പൊട്ടിച്ചു 3ാമത്തെ കുമ്പനാട്ട് പോയാൽ ഞങ്ങൾ മേടിച്ചെന്ന് അഭിമാനിക്കുന്ന അച്ചായ അമ്മാമയെ എത്ര പേരോട് പറഞ്ഞു യേശുവിനെ കുറിച്ച്? ക്രിസ്തുവിനെ കുറിച്ചുള്ള ദാഹം മറ്റൊരുത്തിന്റെ ഉള്ളിലിടാൻ നിനക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അതിപ്പോ വലിയ കാര്യമാണോ ഭാഷ എന്ന് ചോദിച്ചാൽ ഒരു വാക്യം ഓർപ്പിച്ച് അടുത്ത പോയിന്റിലേക്ക് വരാം. നീ നിന്റെ കൂട്ടുകാരനോട് അവന്റെ അകൃത്യത്തെ കുറിച്ച് പറയാതെ അവന്റെ അകൃത്യത്തിൽ മരിച്ചാൽ അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. ഇന്ന് രാത്രി ഇത് പറയുമ്പോ അകത്തളത്തിൽ ഒരു കത്തലുണ്ടായിട്ട് ചിന്തിക്ക്, കർത്താവേ എത്ര പേരുടെ രക്തത്തിനാ ഞാൻ ഇനി കണക്ക് പറയേണ്ടി എന്നൊന്ന് ചിന്തിക്ക്. എന്തെല്ലാം കഥകൾ പറയാൻ സമയം കണ്ടെത്തി, എന്തെല്ലാം മണിക്കൂറോളം ഫോൺ വിളിച്ച് സമയം കണ്ടെത്തി. കുഞ്ഞെ, നിന്നെ രക്ഷിച്ചവനെ കുറിച്ച് ഒന്ന് അറ്റ്ലീസ്റ്റ് ഒരു റൈഡിന് കയറിയവന്റെ അടുത്തെങ്കിലും ഇങ്ങനെ ഒരു ദൈവമുണ്ട് എന്ന് ഒറ്റവാക്കിൽ പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവന്റെ രക്തമോ നിന്നോട് ചോദിക്കും. ഇതൊക്കെ പുസ്തകത്തിലുണ്ട്. ഇതൊന്നും നമുക്കാരും പറഞ്ഞു തരത്തില്ല. ഇതൊന്നും പറയാൻ ഇന്ന് ആളുമില്ല. കയറി നിന്ന് കഴിഞ്ഞാലോ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി തീരും വെള്ളത്തിലും കൂടെ കടക്കേണ്ടി വന്ന സമൃദ്ധിയിലേക്ക്. ഇതെല്ലാം അല്ലേ നമ്മൾ കേൾക്കണേ? തന്നെയും പിന്നെയും രക്തസ്രാവക്കാരിക്ക് രക്തം പോയപ്പോൾ വിടുവിച്ചതും അയ്യന്റെ പട്ടണത്തിൽ കൊച്ചിനെ ഉയർപ്പിച്ചതും അപ്പടി ഇപ്പടി തന്നെയും പിന്നെ ഇത് തന്നെയല്ലേ കേൾക്കുന്ന വർഷങ്ങളായില്ലേ? ഒന്ന് മാറ്റി പിടിക്ക്. പ്രൈസ് ദി ലോർഡ്. ഉപദേശം കൂടെ ഒന്ന് മനസ്സിലാക്കാൻ പഠിക്ക്. കർത്താവിനെ കുറിച്ച് പറയാൻ അധരത്തെ തുറക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹോദരിമാരെ, ഒരു ചലഞ്ചായി ഏറ്റെടുക്ക. സഹോദരിമാരെ, ഹൃദയത്തിനകത്ത് ഒരു കത്തൽ ഉണ്ടാകട്ടെ. സന്തോഷത്തിന്റെയും വിടുതലിന്റെയും വാഗ്ദത്തത്തിന്റെയും ദൂത് കേൾക്കുമ്പോൾ ആത്മാവിലാകുന്ന ഉണർവൊക്കെ ഇതും കൂടെ കേൾക്കുമ്പോഴൊക്കെ ഒന്നുണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്തെല്ലാം പറയാൻ നാവ് കളയുന്നു അല്ലേ? ആമേൻ. ഞാന് ഇങ്ങനെ പറയാറുണ്ട്, കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ആദ്യം പ്രത്യക്ഷനായത് ആർക്കാ? സൗകര്യമാർക്കാണോ പരമാർക്കാണോ? ആർക്കാ? അഭിമാനത്തോടെ അങ്ങോട്ട് പറയുന്നു ഉണ്ടോ? എന്താ കാര്യം പറയാവോ? കർത്താവിനും അറിയാം. ഒറ്റ ദിവസം കൊണ്ട് പഞ്ചായത്ത് മൊത്തം വിവരം അറിയണമെങ്കിൽ സൗകര്യമാരെ കാണിച്ചാൽ അവൻ ഉയർത്തെഴുന്നേറ്റ വാർത്ത എല്ലാവരും അറിയണം എന്ന് പറഞ്ഞാൽ അതെന്താ? അത് തമാശയായി പറഞ്ഞല്ല. എന്താ ഇതിന്റെ അർത്ഥം? സുവിശേഷം അറിയിക്കാൻ നിങ്ങൾക്കാണ് വലിയ അവസരങ്ങളുള്ളത്. അതിന് തെളിവും തരാൻ വേണമെങ്കിൽ ശമരിയാക്കാരത്തി സ്ത്രീയോട് കർത്താവ് അവളുടെ പാപത്തെ കുറിച്ച് ബോധം വരുത്തി തന്റെ മുമ്പിൽ നിൽക്കുന്ന രക്ഷകനെ തിരിച്ചറിഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്കുണ്ട്, അവൾ തന്റെ പാത്രം താഴെ വെച്ചിട്ട് അവൾ അറിഞ്ഞ യേശുവിനെ കുറിച്ച് പറയാൻ പട്ടണവാതിക്കലേക്ക് ഓടി. അടുത്ത പദം നിങ്ങൾ ശ്രദ്ധിക്കണം. അവൾ 4 ലക്ഷത്തിന്റെ ക്രൂസേഡ് നടത്തിയില്ല. ആ സ്ത്രീ പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിൽ പലരും അവനിൽ വിശ്വസിച്ചെന്നു. വായിക്കുന്നുണ്ടോ? നമ്മള് 10 ലക്ഷത്തിന്റെ കണക്ക് വായിക്കും. സെക്രട്ടറി കൺവെൻഷന്റെ എത്ര പേര് രക്ഷിക്കപ്പെട്ടു? 5 കൈ പൊക്കി. ആര്? എല്ലാ കൺവെൻഷനും പൊക്കാൻ വേണ്ടി പോകുന്ന അമ്മച്ചി. ആർക്ക് വേണം യേശുവിനെ? ആരാ? എല്ലാ കൺവെൻഷനും കൈവെക്കാൻ വേണ്ടി പോകുന്ന അമ്മച്ചി. ഇവര് രക്ഷിക്കപ്പെട്ടോ എന്ന് ഇവർക്ക് പോലും അറിയത്തില്ല. 5 കൈ കണ്ടാൽ സംഘാടകർ തൃപ്തിയാൽ സന്തോഷായി. ഇപ്പൊ വേണ്ട ചിലര് ചോദിക്കാവുന്നല്ല. 10 വന്നപ്പോ സ്നാനം നടന്നു. എന്താ പറയാത്തത്? സ്നാനം നടന്നു. ആര്? ലോക്കൽ സഭയെ സ്നാനപ്പെടാൻ തീരുമാനിച്ചിരുന്ന പിള്ളേരെല്ലാം കൂടെ കൺവെൻഷൻ ഒന്നിച്ചു കൊണ്ടുപോയി മുക്കി. എന്നിട്ട് ഗുഡ് ന്യൂസിലിട്ടു 12 പേര് സ്നാനപ്പെട്ടു ജനറൽ കൺവെൻഷൻ. ഇതൊക്കെ തമ്പുരാനെ കളിപ്പിക്കാനൊന്നും നോക്കത്തില്ല. സംഘടനയെ കളിപ്പിക്കാം, പൈസ അയച്ചു തരുന്ന അച്ചായന്മാരെയും കളിപ്പിക്കാം, എല്ലാം തെളിയിക്കുന്നവരുടെ ഫോട്ടോ എടുത്ത് ഞാൻ അയച്ചു കൊടുത്താൽ മതി. ഇതൊക്കെ കളിപ്പിക്കാം. ദൈവത്തെ ഒന്നും കളിപ്പിക്കാമെന്നൊന്നും ആരും വിചാരിക്കണ്ട. പ്രൈസ് ദി ലോർഡ്.
അതുകൊണ്ട് കാലം അധികമില്ല. അതുകൊണ്ട് അച്ഛൻ എഴുതിയ പുസ്തകം മേടിച്ചിരുന്നൊന്ന് വായിച്ചോണ്ട് പോകുന്നത് അവിടെ വെളിയിരിപ്പുണ്ട്. കാലം അധികമില്ല, ഇനി പറയാൻ ദിവസങ്ങളും അധികമില്ല. ഏത് സമയത്തും കാഹളം ധരിക്കാമെന്ന നിലവാരത്തിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. 15-ാം തീയതി പോകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിലും അതിനു മുമ്പ് കർത്താവ് വരുമോ ഇല്ലയോ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയാത്തൊരു നിലയിലേക്ക് സകല തെളിവുകളും വാതിക്കലെത്തി നിൽക്കുന്നു. അതുകൊണ്ട് ദൈവസഭയെ യേശുവിനെ കുറിച്ച് പറയാനിറങ്ങട്ടെ. ക്രിസ്തുവിനെ കുറിച്ചുള്ള ദാഹം വരുത്തുവാൻ നിന്നെ അവൻ ഉപ്പാക്കി വെച്ചിരിക്കുന്നു. അല്ല ഞായറാഴ്ച തോറും അല്ല ആണ്ടർദിക്ക് തോറും കയറിയെന്ന് പലരും പറയാറുണ്ടല്ലോ, ഒരു യോഗ്യതയില്ലാത്ത ഈ എഞ്ചിനീയറുടെ കസേരയെ കൊണ്ട് എനിക്ക് അതിന് വേണ്ട ഡിഗ്രി ഒന്നുമില്ല, എന്നാലും എന്റെ ദൈവം ഇവിടെ കൊണ്ടിരുന്നു. എന്താ ചിന്ത? ഇത് കേൾക്കുമ്പോ കർത്താവ് അവിടെ ഇരുന്നുണ്ടെങ്കിൽ രോമാഞ്ചപ്പെടുവാന്നാണ്. കർത്താവിന് ഇതുകൊണ്ടൊന്നും രോമാഞ്ചൊന്നുമില്ല. നിന്നെ എഞ്ചിനീയറിംഗിനെ കൊണ്ടിരുത്തി അല്ലെ കമ്പ്യൂട്ടറിനെ സീറ്റി കൊണ്ടിരുത്തി ഇത് നീ ആഴ്ച കയറി ഇന്നുകൊണ്ട് വിറച്ച് മോങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഇരുന്നു. അതൊന്നുമല്ല. എന്തിന് നിന്നെ ഇവിടെ കൊണ്ടിരുത്തി? അതുകൂടെ പറ. അമേരിക്കയിൽ എഞ്ചിനീയർമാരില്ലാഞ്ഞിട്ടോ, അമേരിക്കയിൽ ഡിഗ്രി ഉള്ളവരില്ലാഞ്ഞിട്ടോ, സ്ഥലം കൊണ്ട് വർക്ക് ചെയ്യുന്നവർ ഇവിടെ ഇല്ലാഞ്ഞിട്ടോ, എന്തിനാ കണ്ടെത്തി കിടന്ന് നിന്നെ വലിച്ചെടുത്ത് ഇവിടെ കൊണ്ടിരുത്തി? എന്തിനിരുത്തി? ഒന്ന് ചിന്തിക്ക. കവലെ പ്രസംഗിക്കുന്ന ഷമീറിന് ഇംഗ്ലീഷിന്റെ ഗ്രാമർ തികച്ചു പറയാൻ അറിയാത്ത എനിക്ക് ഇവിടുത്തെ എഞ്ചിനീയർ നേടാൻ ഒക്കത്തില്ല. അറിയാമോ? ഇവിടുത്തെ ഉദ്യോഗസ്ഥനെ നേടാൻ ഒക്കത്തില്ല. അതിനുവേണ്ടി യോഗ്യതയില്ലാത്ത നിന്നെ ആ കസേരയെ കൊണ്ടിരുത്തി. എന്തിന്? നിന്റെ അടുത്തിരിക്കുന്നവനെ നേടാൻ. നരകശിക്ഷയ്ക്ക് ടിക്കറ്റ് റിസർവേഷൻ ചെയ്ത് കിടക്കുന്നവൻ, നാശത്തിലേക്ക് നീങ്ങുന്നവൻ നിന്റെ കൺമുന്നിൽ കൂടെ നാശത്തിലേക്ക് നടക്കുന്നു. അശുദ്ധിയിൽ ജീവിക്കുന്നു, പാപപ്രവൃത്തി ചെയ്യുന്നു, വ്യഭിചാരം ചെയ്യുന്നു, കുടിച്ചു നടക്കുന്നു. നിന്റെ കൺമുന്നിൽ കൂടെ ഈ പാപപ്രവൃത്തികളെല്ലാം പട്ടാപ്പകൽ പോലെ ചെയ്തുകൊണ്ട് അവൻ ജീവിക്കുമ്പോൾ അവനെ നാശത്തിൽ നിന്ന് അവനെ രക്ഷയിലേക്ക് നയിക്കാൻ വലിയൊരു ഉത്തരവാദിത്വത്തിലേക്ക് നിന്നെ ദൈവം യോഗ്യതയില്ലാത്തടത്തുനിന്ന് കൊണ്ടു നിർത്തി. നീയോ എന്ത് പറഞ്ഞു? നിന്റെ സീറ്റിന് അടുത്ത പ്രൊമോഷൻ ഒപ്പിക്കാൻ വേണ്ടി പാടുപെടുന്നതിന്റെ ഇടയ്ക്ക് നീ അടുത്തിരിക്കുന്നു നേടാൻ സമയമുണ്ട്. നീ അടുത്തിരിക്കുന്നത് നേടാൻ പാടുപെട്ടാൽ കുഞ്ഞേ നിന്നെ അടുത്ത സീറ്റിലേക്ക് മാറ്റാം. യോഗ്യതയില്ലാത്ത കണ്ടെത്തി അമേരിക്കയുടെ സീറ്റിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ ദൈവത്തിനാണോ നിന്നെ അടുത്ത സീറ്റിലോട്ട് മാറ്റാൻ പാട്? എന്തായി പറയുന്നത്? കഴിവുള്ളവനെ സേവിക്കുക നീ. അതിനുവേണ്ടി നീ ഉപവാസം വെച്ച് ബന്ധനം അഴിക്കാനും ചുഴലി അടിച്ചു പൊട്ടിക്കുന്ന പ്രവാചകന്മാരെ വിളിക്കാനും നീ പോകണ്ട. നീ ചെയ്യേണ്ടത് അടുത്ത തലത്തിലോട്ട് മാറ്റാൻ ദൈവം മതിയായവനായിട്ട് ജീവിക്കുക. ദാഹം വരുത്തണം. ഉപ്പിന്റെ മൂന്നാമത്തെ പ്രത്യേകത ഉപ്പ് രുചി വരുത്തുന്ന വസ്തു. ഉപ്പ് രുചി വരുത്തുന്ന വസ്തു. ഉപ്പില്ലെങ്കിൽ ടേസ്റ്റ് ഇല്ലെന്ന് പറയും. ഈ ഭൂമിയിൽ നിന്നെ കർത്താവ് ഉപ്പാക്കി വെച്ചിരിക്കുമ്പോൾ നിന്നോട് അടുക്കുന്നവരെല്ലാം യേശു ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ സ്വഭാവം നിന്നിൽ നിന്ന് അറിയണം. ക്രിസ്തുയേശുവിനുള്ള ഭാവം തന്നെ ഉണ്ടായിരിക്കണം. യേശു ക്രിസ്തുവിനുള്ള ഭാവം എന്താ? എന്നെ വളരെ അതിശയിപ്പിച്ചൊരു ചിന്ത പറയട്ടെ. വളരെ അതിശയിപ്പിച്ചൊരു ചിന്ത. ഇപ്പൊ ഞാനൊരു 3 മാസം അല്ലെങ്കിൽ 1 മാസം ഡാളസിലുണ്ടായിരുന്നു. 1 മാസം മതി. ഞാൻ നാളെ പകല് ഇവിടെ ഉള്ള ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ, ആ റോളറ്റിന്റെ അവിടെ എവിടെയെങ്കിലും ഒരു ജംഗ്ഷനിൽ ഞാനിങ്ങനെ ഇറങ്ങി നിന്നാൽ കുറഞ്ഞ പക്ഷെ ഒരു അരമണിക്കൂറിനുള്ളിൽ 4 ദൈവമക്കൾ വാട്ടി കൊടുക്കും. ശബരിവാസൻ എന്താ ഇവിടെ ചോദിക്കും. ഞാൻ 1 മാസം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. കുറഞ്ഞ പക്ഷം 4 പേരെങ്കിലും നിർത്തും. നിങ്ങൾ ശ്രദ്ധിക്കണേ പറഞ്ഞു വരുന്നതിന്റെ ചിന്ത. ഈ 1 മാസം ഇവിടെ വന്നിട്ട് എന്നെ ഇവിടെ 10 പേരെങ്കിലും അറിയുമെങ്കിൽ, ഇവിടെ മഹാ അത്ഭുതങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്ന മജീഷ്യന്മാരെ, മുതുകാടിനെ, MG ശ്രീകുമാറിനെ, കെസ്റ്ററിനെ, അങ്ങനെ അറിയപ്പെടുന്നവരൊക്കെ ഇവിടെ ഇറങ്ങി നിന്നാൽ ലോകം അവരെ ഓടി വന്ന് തിരിച്ചറിയും. ഓക്കെ, MG ശ്രീകുമാറോ യേശുദാസൊക്കെ എയർപോർട്ടിൽ വന്ന് 10 മിനിറ്റ് നിന്നാൽ 10 മിനിറ്റ് കൊണ്ട് 500 പേര് വട്ടം കൂടും. വട്ടം കൂടും. എന്നാൽ അതേ സ്ഥാനത്ത് ചോട്ടാ അത്ഭുതം മാജിക്കും കാണിക്കുന്ന മുതുകാടും ഗാനഗന്ധർവനായ യേശുദാസും ക്രിസ്തീയ ലോകത്തെ പാട്ടുകാരൻ കെസ്റ്ററിനെ പോലുള്ളവരും ഒക്കെ 10 മിനിറ്റ് നിന്നാൽ വട്ടം കൂടുന്ന ലോകത്തിൽ അനേക അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, വീര്യപ്രവൃത്തി ചെയ്തു,
കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, തളർവാരോഗി നടത്തി. 4 ദിവസം ചീഞ്ഞളിഞ്ഞ ലാസറിനെ ഒറ്റ വാക്കുകൊണ്ട് ഉയർപ്പിച്ച വീര്യപ്രവർത്തി ചെയ്ത നസ്രയത്തുകാരനായ യേശുവിനെ 12 എന്ന് പറഞ്ഞാൽ തെറ്റാ, കാരണം ഒറ്റ കൊടുക്കാൻ ഒരുത്തം പോയല്ലോ. പിന്നുള്ളത് 11 ഈ യേശു ആരാണ് തിരിച്ചറിയാൻ യൂദായുടെ ചുംബനം അവർക്ക് അടയാളമായിട്ട് വേണം. എന്തോ അതിശോക്തിയായി. നിങ്ങൾക്ക് അല്ലെ ആളെ പിടി കിട്ടിയോ? ഇല്ല. നിസ്സാരം കൊച്ചു കൊച്ചു മാജിക്ക് കാണിക്കുന്നവൻ ഇറങ്ങി നിന്നാൽ അവനെ 1 മണിക്കൂർ കൊണ്ട് എല്ലാവരും അറിയുമെന്ന്. എന്നാൽ ഒളിയും മറയുമില്ലാതെ പരസ്യമായി സഞ്ചരിച്ച് തുറന്ന പുസ്തകമാണ് യേശുക്രിസ്തുവിന്റെ ജീവിതം. അവനെ ലോകത്തിൽ പരസ്യമാക്കിയെന്ന അല്ലേ? വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പാപത്തിൽ നിന്ന് പരിഹാരം വരുത്തുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയെന്ന അല്ലേ? പരസ്യമായി ലോകത്തിന് നടുവിൽ തുറന്ന പുസ്തകമായി നിന്ന യേശുക്രിസ്തുവിനെ ഇത്രയും വലിയ വീര്യപ്രവൃത്തി ചെയ്ത് മരിച്ചവനെ പോലും ഉയർപ്പിച്ച നസ്രായനെ ഈ 11 ആരാന്ന് ഇവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. അതിനല്ലയോ കാശ് കൊടുത്തവരത്തിന് ഒപ്പിച്ചേ. ചുംബിക്കുന്നത് ആരാണോ അവനാന്ന് അറിഞ്ഞോണം. അപ്പൊ എന്താ അർത്ഥം? അടയാളമില്ലെങ്കിൽ ഈ 11 ആരാണ് ഈ പറയുന്ന നസ്രായനെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാന്ന്. അയ്യോ, എന്താ ഈ പറയുന്നത്? ഈ 11 ഒരുത്തനെ പോലെ ആയിരുന്നു. വേഷം കൊണ്ടും ഭാവം കൊണ്ടും രൂപം കൊണ്ടും നടപ്പും കൊണ്ടും പെരുമാറ്റം കൊണ്ടും എല്ലാം ക്രിസ്തു ഈ സാധാരണക്കാരിൽ ഒരുത്തനെ പോലെ ആയിരുന്നു. അതാ യേശുവിന്റെ ഭാവം. ആഴംപിടി കിട്ടിയോ? ഇതൊക്കെ നമ്മൾ പഠിക്കണം. അത് ക്രിസ്തുവിന്റെ ഭാവ. തന്നെ പിടിക്കാൻ വന്നവരോട് ആമേൻ നിങ്ങൾ ആരെ തിരിച്ചു? യേശു. ഞാൻ അവരെ വിട്ടേരെ. അത് യേശുവിന്റെ ഭാവ. സഹോദരനെ ഒറ്റ കൊടുത്തിട്ട് തന്നെത്താൻ രക്ഷപ്പെടുന്ന ഭാവമല്ല യേശുവിന്റെ. കൂട്ടു സഹോദരനെ ഒറ്റ കൊടുക്കുക, വചനം പറയുന്നവനെ ഒറ്റ കൊടുക്കുക, എന്ത് വില കൊടുത്തു അവനെ നശിപ്പിച്ചേ അടങ്ങൂ എന്ന് തീരുമാനിച്ചുകൊണ്ട് യൂദായുടെ പരമ്പരയിൽപ്പെടുന്നതല്ല യേശു ക്രിസ്തുവിന്റെ ഭാവം. അവരെവിടെ നിങ്ങൾ അന്വേഷിക്കുന്ന ഞാനാ. തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഭാവം. ഞങ്ങളെ കൂടെ നിൽക്കുന്നവരിൽ ഞാൻ ഏറ്റവും വലിയ പുള്ളി എന്ന് പറഞ്ഞിരിക്കുന്നതല്ല, അവരിൽ ഒരുത്തനെ പോലെ ആയിത്തീരുന്ന ഭാവം. അതാ യേശു ക്രിസ്തുവിന്റെ ഭാവം. ആ ക്രിസ്തുവിന്റെ സ്നേഹം നിന്നോട് അടുക്കുന്നവൻ, നിന്നോട് ഇടപെടുന്നവൻ, 10 മിനിറ്റ് നിന്നോട് സംസാരിക്കുന്നവൻ നിന്നിൽ നിന്ന് രുചിച്ചറിയേണ്ടത് ക്രിസ്തുവിന്റെ സ്വഭാവ. അതാ രുചി വരുത്തുന്ന വസ്തു. ഞാനൊരു അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ, തിരുവനന്തപുരത്ത് ഒരു സഭയിൽ ഞാൻ മീറ്റിങ്ങിന് പോയി. സഭായോഗത്തിന് ബൈക്ക് ഓടിച്ച് പോവുക. അല്പം വൈകിപ്പോയി. ഞാൻ ഈ പറയപ്പെട്ട സ്ഥലത്ത് ചെന്നു. പക്ഷെ സഭാഗോൾ എവിടാന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പാസ്റ്റർ ഫോൺ ചെയ്തു. ആരാധന തുടങ്ങിയതുകൊണ്ടാകാം അദ്ദേഹം ഫോൺ എടുത്തില്ല. ഞാനിങ്ങനെ ആൾപ്പാട് ഞാൻ ഏതാണ്ട് അടുത്ത് വന്ന് നിൽക്കുക, എവിടെ ആണെന്ന് അറിയത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഇനിയിപ്പോ എങ്ങനെയാണെന്ന് പ്രാർത്ഥിച്ചോണ്ട് നിൽക്കുമ്പോൾ ഞാൻ കാണുക വെള്ള സാരിയും വെള്ള ബ്ലൗസും ഒക്കെ കൊടുത്ത് മാലാഖയെ പോലെ രാജി ബൈബിളും ചേർത്ത് വിളിച്ചോണ്ട് വരിക. കമ്മലും ഇല്ല, മാലും. എനിക്കെന്തോ സന്തോഷമായി പ്രാർത്ഥനയ്ക്ക് കേൾക്കുന്ന ദൈവം. സ്തോത്രം. ഞാൻ കർത്താവിന് സ്തോത്രം പറഞ്ഞു. ഞാനിങ്ങനെ ബാക്കി നിൽക്കുക, അടുത്ത് വരും നോക്കി നിൽക്കുക. ഈ ആന്റി ഇങ്ങനെ അടുത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, മോമേ ഈ IPCയുടെ സഭ എവിടെ? മനുഷ്യവിടെ സമയം പോലും ഒരുപാട് IPC ചോദിച്ചു. ഇവരെവിടെ പോവാ? ഇവരെവിടെ പോവാ? ആരും മിണ്ടുന്നില്ല. ആരാധനയ്ക്ക് പോവാ അല്ലേ? ആരെ ആരാധിക്കാൻ? ചിന്തിച്ചേ. ഒരു ചെറിയ കാര്യം അല്ലേ? പക്ഷെ ചെറിയ കാര്യമല്ല. മുറിവേറ്റ് കിടന്നവനെ കണ്ടിട്ട് കാണാത്ത വട്ടി പോയ സ്വഭാവമല്ല ക്രിസ്തുവിന്റെ സ്വഭാവം. അവനെ സഹായിച്ച നല്ല ശബരിയാക്കാരൻ യേശുക്രിസ്തുവിന്റെ ഭാവമാണ്. ഇതൊക്കെ രുചിയാ. ആമേൻ. മറ്റൊരു സഭയിൽ പോയി ഞാൻ വചനം പ്രസംഗിച്ചു ശക്തമായി. ഇതുപോലെ നിങ്ങളൊക്കെ കേട്ടോണ്ടിരുന്ന പോലെ തന്നെ അവരും കേട്ടോ ഇതൊക്കെ പറഞ്ഞാ കേട്ട. കേൾക്കുമ്പോ എല്ലാവർക്കും എന്തോ ബഹുമാനം അറിയാമോ? കേട്ടെല്ലാം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, തിരുമേശമുണ്ട്, ഇന്നെങ്കിലും ഒരു യഥാർത്ഥ തീരുമാനം എടുത്തിട്ട് ഈ തിരുമേശ കൈ കിട്ടാവും എന്നും പറഞ്ഞു. എല്ലാവരും കരച്ചിലൊക്കെ തുടങ്ങി.
തിരുമേശയൊക്കെ എടുത്തു, എല്ലാം കഴിഞ്ഞു. പാസ്റ്റർ എഴുന്നേറ്റുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവം നമ്മോട് സംസാരിച്ചല്ലോ, എല്ലാം പറഞ്ഞു, ആശീർവാദം പറഞ്ഞു. പാസ്റ്റർ തിരിഞ്ഞെന്നോട് വർത്താനം പറയാതെ ദൈവാസനെ വളരെ സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം. ഞങ്ങൾ രണ്ടുപേരും ഒന്നുപോലെ തലപൊക്കി നോക്കിയപ്പോൾ സെക്രട്ടറി ട്രഷാറും കൂടെ കസേര കൊണ്ടിരിക്കുകയാണ്. അതിന്റെ സഭയ്ക്കകത്ത് തിരുമേശ എടുത്ത് കഴിഞ്ഞ് ആശീർവാദം പറഞ്ഞ് മിനിറ്റുകളേ ഉള്ളൂ, കസേര എടുത്തോണ്ട് തമ്മിലടിക്കാൻ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ഭാവമല്ലേ? പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മൾ വെളിപ്പെടുക. ആത്മാവുണ്ടെന്നല്ലേ ദൈവമക്കളെ നമ്മൾ പറയണേ? പരിശുദ്ധാത്മാവുണ്ടെന്ന് പറഞ്ഞല്ലേ നമ്മൾ ഈ തമ്പടിക്കണ ഈ അന്യഭാഷ പറയണേ? ആത്മാവിനെ എങ്ങനെ അറിയുക? എങ്ങനെ അറിയുക? ഫലം കൊണ്ട്. ഒരു തേങ്ങ കൊണ്ട് കുഴിച്ചു വെച്ചു, നല്ല നെടുനീളത്തിലൊക്കെ വളർന്നു. എന്നാ വളർച്ചയാന്ന് നോക്കിയപ്പോ ഇത് ഇത്രയും വേഗം ഒരു തെങ്ങും വളർന്നിട്ടില്ല, അത്രത്തോളം വളർന്നു. വളർന്ന് മൊണ്ട ചെന്ന് കഴിഞ്ഞതിന് ശേഷം കായ്ച്ചു 2 ചക്ക. തെങ്ങൊന്ന് വിളിക്കാൻ പോകും, നിങ്ങളാരും കിട്ടുന്നില്ല, പിണങ്ങി. ചിലർ വാച്ച് നോക്കുക, സമയമായത്. രാത്രി സ്വർഗം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. സ്വർഗം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഗലാത്യ ലേഖനം 3:3 വിശുദ്ധ സഭയോട് പൗലോസ് പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർക്കണമേ. ഒന്ന് വായിച്ച ഗലാത്യ 3:3. ഗലാത്യ 3:3. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജലം കൊണ്ടോ സമാപിക്കുന്നത്. ജലം കൊണ്ടോ സമാപിക്കുന്നത്. ഇത്ര എല്ലാം വെറുതെ അനുഭവിച്ചുവോ? വെറുതെ എത്രയെന്ന് വരികിൽ മതി. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോ ജഡം കൊണ്ട് അവസാനിക്കുന്നത്. എന്നിട്ട് വളരെ ആ ചോദ്യം എന്തോ വേദനയോടെ ചോദിക്കുന്ന ഒരു ചോദ്യം അടുത്ത വാക്കുന്നത്. ഇത്ര അനുഭവിച്ചത് വെറുതെ. ആ ചോദ്യത്തിന്റെ വേദന ഒന്നും എനിക്ക് വർണ്ണിക്കാൻ വാക്കുപോരാ. പൗലോസ് ചോദിക്കുക, ഇത്ര അനുഭവിച്ചത് വെറുതെയോ? ബുദ്ധി കെട്ട ഗലാത്യര്, ഇത്രയും നിന്ന് അനുഭവിച്ചത് വെറുതെ? കുടുംബക്കാരെ വിട്ട് ചാർച്ചക്കാരെ വിട്ട് ഇറങ്ങി അടിയും കൊണ്ട് ഇടിയും കൊണ്ട് എന്തിക്കോസ് ഉന്തുക്കോസ് പന്തക്കോസ് എന്ന് കേട്ട് പരിഹാസം സഹിച്ച് നിന്നെ സഹിച്ച് കെട്ടുതാലി പോലും പൊട്ടിച്ചിട്ട് കൊട്ടാനിറങ്ങി അല്ലേ വെറുതെ? എന്തിനാ ഇതൊക്കെ നിങ്ങൾ സഹിച്ച്? ഗലാത്യ സഭയിലെ വിശുദ്ധന്മാരോട് ചോദിക്കുക, ഇത്രയും അനുഭവിച്ചത് ഈ അവസാനം കൊണ്ടിട്ട് ജഡത്തിൽ അവസാനിപ്പിക്കാനായിരുന്നു. തുടക്കം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ അവസാനിപ്പിക്കുന്നു. രാത്രി ചങ്കി കൈവച്ചൊന്ന് ചിന്തിക്കാം. എനിക്കിതൊക്കെ പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ്. കാരണം എങ്ങനെ പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല നമ്മുടെ ആൾക്കാർ. പണ്ട് നാട്ടിലിങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്, തത്തയ്ക്ക് ബുദ്ധി പറയുന്ന പോലെ. ഞാൻ എന്റെ പ്രസംഗത്തിൽ പരമാവധി ഒരു കൊച്ചു കുഞ്ഞിന് പോലും മനസ്സിലാകുന്ന പോലെ പറയണം. ഇവിടെ കിടന്ന് തൊണ്ട കയറി അലറിയുണ്ട്, ആർക്കെന്തോ മനസ്സിലാകാൻ. അതുകൊണ്ടാണ് വളരെ ലളിതമായി എല്ലാം പറഞ്ഞു കൊടുത്താൽ നമ്മുടെ ആൾക്കാർക്ക് ഇത് മനസ്സിലാകുന്നില്ല. എന്താ ചെയ്യുക? പറയാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ, തമ്പുരാൻ ഏൽപ്പിച്ചതല്ലേ. ഇന്ന് രാത്രി ക്രിസ്തുവിന്റെ ഭാവം, ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളോട് അടുത്ത് ഇടപെടുന്നത്. നാട്ടിൽ എന്റെ ടീമിൽ വർക്ക് ചെയ്യുന്ന ഒരു ദൈവദാസനുണ്ട്, ആലപ്പുഴക്കാരൻ. ഇതിന്റെ പേര് നസീർ എന്നാ. നസീർ ആലപ്പുഴ. താൻ കള്ളുകുടിയനായിരുന്നു. കള്ളുകുടിച്ച് കുടുംബത്തെ അടിയുണ്ടാക്കി എന്നും ഭാര്യ എടുത്ത് കിട്ടിക്കും. മക്കൾക്കും ഭാര്യയ്ക്കും ഇയാൾ വീട്ടിൽ കയറി വരുന്നു പറഞ്ഞാൽ ഡൈനോസർ, ജുറാസിക് പാർക്കിൽ ഡൈനോസർ വരുന്ന പോലെ ഭീതിയാ ഭാര്യയ്ക്ക് മക്കൾ. കുടിച്ച് അവസാനം രോഗിയായി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു മരുന്ന് പുള്ളിയുടെ ശരീരത്തിൽ ഇനി ഏക്കത്തില്ല, അത്രത്തോളം ആൽക്കഹോളിക്കിന്റെ കണ്ടന്റ് കൂടുതലായി പുള്ളി. അവസാനം പുള്ളി ഇനി മരിച്ചാൽ മതിയെന്നും പറഞ്ഞ് ബസ്സിനകത്ത് പോകുമ്പോൾ തന്റെ കൂടെ അടുത്ത സീറ്റിൽ ഇരുന്ന ആള് സുവിശേഷം പറഞ്ഞു. ഇന്ന് പാസ്റ്റർ നസീറാണ്. നസീർ പാസ്റ്റർ സാക്ഷ്യം പറയുമ്പോൾ പറയുന്ന ഒരു പദം പറയാനാ ഞാനത് പറഞ്ഞത്. അദ്ദേഹം പറയും, ഇന്ന് തന്റെ ഭാര്യ റഷീദ, തന്റെ മക്കൾ രണ്ടുപേരും ഒരു കുടുംബമായി ദൈവത്തെ ആരാധിക്കുക. അദ്ദേഹം പറയുന്നൊരു പദമുണ്ട്, ഈ ഭാര്യ വിശ്വാസത്തിൽ വരാനുള്ള കാരണം അറിയോ? തന്റെ ഭർത്താവ് പെന്തിക്കോസിൽ കൈയടിക്കാൻ പോയിട്ട് എന്ത് മാറ്റം ഉണ്ടായെന്ന് അവര് പഠിക്കാൻ തുടങ്ങി. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഭർത്താവിന്റെ ജീവിതത്തിൽ പെന്തിക്കോസിൽ തുള്ളാൻ പോയിട്ട് എന്തോ മാറ്റം ഉണ്ടായെന്ന്
അവര് നിരീക്ഷിച്ചെന്ന്. ആ ഭർത്താവിൽ വന്ന മാറ്റം കണ്ടിട്ട് ഒരു നാള് ഭാര്യ പറഞ്ഞത്, ഞാനും വരുവാ നിങ്ങളുടെ കൂടെ ഈ ദൈവത്തെ ആരാധിക്കാൻ. നമ്മളൊക്കെ നാളുകളായി സ്വന്തം കുടുംബത്തിലെ ബന്ധുക്കളെ ചാർച്ചക്കാരെ ഒക്കെ ഒന്നും നേടാൻ കഴിയാത്തെന്നറിയാമോ? വെന്തിക്കോസി തുള്ളാൻ പോയ നമ്മുടെ കൃപാവരങ്ങളൊക്കെ അവർ കണ്ടോണ്ടിരിക്കുക. നമുക്ക് വള്ളിക്കാത്ത വരുമ്പോഴുള്ള കൃപാവരമല്ല പുറത്ത്, ഇത് അവർ കണ്ടോണ്ടിരിക്കുക. അമ്മേ സഭയ്ക്കകത്ത് അന്യഭാഷ പറഞ്ഞ് വലിയ വായേൽ ആരാധിക്കുന്ന അമ്മാമ്മ വീട്ടിൽ ചെന്ന അച്ഛനെ ചവിട്ടിക്കൂട്ടി മൂല ഇടുന്നത് കണ്ടോണ്ടിരിക്കുക പിള്ളേർ. മിണ്ടുന്നില്ല. അമ്മേ ഹല്ലേലൂയ. ഉള്ളത് ഏറ്റെടുത്താൽ മതി, അല്ലാത്തൊരു സ്വത്രം പറ. പിന്നെ നിങ്ങൾ കണങ്ങിയിരിക്കുന്നുണ്ടാ തോന്നുന്നു നിങ്ങളെല്ലാം ഇതുപോലെ അങ്ങനല്ല. അന്തസാട്ടല്ലേ നമ്മൾ സന്തോഷത്തോടെ സ്വത്രം പറ. അങ്ങനെ ഉള്ളവരും ഉണ്ടായിരിക്കും. അപ്പൊ ആത്മാവിന്റെ ഫലം കൊണ്ടാണ് നമ്മൾ അറിയേണ്ടത് ക്രിസ്തുവിന്റെ സ്വഭാവം തമ്മിൽ നിന്ന് രുചിച്ചത്. നാലാമത്തെ പോയിന്റിലേക്ക് ഞാൻ ഓടി വരാം. ആ ഉപ്പ് രുചി വരുത്തുന്ന വസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ എന്ത് ചെയ്യുക സ്വഭാവം നമ്മൾ പ്രവൃത്തിയിലൂടെ വെളിപ്പെടും. അടുത്ത പോയിന്റിലേക്ക് ഞാൻ ഓടി വരാം. ഉപ്പ് അലിഞ്ഞു ചേരുന്ന ഒരു വസ്തു. ഏതാ? സാമ്പാറിനകത്ത് ഉപ്പെടുത്ത് അങ്ങോട്ട് ഇട്ടു. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഉപ്പ് സാമ്പാറിനോട്ട് ഇറങ്ങി വരുന്ന ഉപ്പ് അങ്ങോട്ട് ഇറങ്ങി വരിക. ഇവിടെ മുകളിൽ നിന്നാണ് ഇട്ടത്. ഈ ഉപ്പ് ഇങ്ങനെ താഴോട്ട് പാത്രത്തിനകത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ഉപ്പ് കാണുന്ന കാഴ്ചകൾ പല കാഴ്ചയാണ്. ഉപ്പ് കൊണ്ട് നോക്കുമ്പോൾ ചുവന്ന് കൊടുത്ത് വണ്ണത്തി അല്ല തക്കാളി, ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് നീളത്തിൽ കോല് പോലെ ഒരു മുരിങ്ങക്ക ഇങ്ങനെ ഇരിക്കുകയാണ്. പെരുകിയിരിക്കുന്ന ഒരു കിഴങ്ങ് എല്ലാം ഇങ്ങനെ കാണുക. അപ്പൊ ഈ ഇറങ്ങി വരുന്ന ഉപ്പ് പറയുമോ തക്കാളി ഇത് ഒന്നുകൂടി ഞാൻ ചേരത്തില്ല പുള്ളിയാണ് പറയുമോന്ന്? ഇങ്ങോട്ട് നോക്കുമ്പോ മുരിങ്ങക്ക കോല് പോലെ ഇരിക്കുക ഷമർ വാസം പുള്ളിയാട്ടൊന്നും ഞാൻ ചേരാ ഉപ്പ് പറയുമോ? പറയാല. എല്ലാത്തിലും അലിഞ്ഞങ്ങി ചെയ്യും. ഏതെടുത്ത് കടിച്ചു നോക്കിയാലും ഉപ്പ് കാണും അല്ലേ? നീ ഭൂമിയുടെ ഉപ്പാണെങ്കിൽ ദൈവസ്നേഹത്തിൽ സഭയിൽ അലിഞ്ഞു ചേരും. സഭയിൽ കൂട്ടു സഹോദരങ്ങളോടെല്ലാം ദൈവസ്നേഹത്തിൽ അലിഞ്ഞു ചേരും. അവരോട് അറിഞ്ഞെന്ന് ഞാൻ പറയാൻ ഒക്കത്തില്ലെന്ന്. ദൈവസ്നേഹത്തിൽ അലിഞ്ഞു ചേരും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ ഒരു സ്തോത്രം പോലും പറയാൻ കഴിയത്തില്ല. ഞാൻ ഓർക്ക് അത് പറയുമ്പോ 2002 ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്താണെങ്കിൽ എനിക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്താ പറയോ, വഴിയിലൊക്കെ വെച്ച് കമ്മലുമാലില്ലാത്ത ആരെ കണ്ടുപോയോ ഒട്ടനെ അവരെ എങ്ങനെയും കാണാൻ വേണ്ടി അവർ മുമ്പ് ചെന്നിട്ട് ക്രിസ്തലോ എന്ന് പറയും. ഒരു സന്തോഷമാണ്. പിന്നെ 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 ചിലരോട് ക്രൈസ്തലോടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതെന്തുവാന്ന് പോലും കേട്ടിട്ടില്ലാത്ത പോലെ അവർ നോക്കിക്കൊണ്ട് അപ്പൊ പിന്നെ ക്രൈസ്തലോട് പോലും പോയി. അത് ഉണ്ടെങ്കിലല്ലേ പറയുന്നു. അന്ന് ക്രൈസ്തലോ, പിന്നെ അത് പ്രൈസ് ലോർഡ് അല്ലേ? ഇപ്പൊ പ്രൈസ് ഗാന്ന് മാത്രമേ അത് ചുരുങ്ങിയ ഗാ വരെ ആയി. എന്തോ പോട്ടെ സംഗതി. അത് ക്രൈസ്തലോടായിരുന്നു അല്ലേ? പിന്നെ പ്രൈസ് ഗോഡായി, ഇപ്പൊ പ്രൈസ് ഗായ് ആയി. സംഗതി അതുപോലെ നമ്മൾ പലതും കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാം. ചിരിച്ചേ കാരണം ആ പണ്ട് സഭായോഗം കഴിയുമ്പോൾ ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ എന്ന് പറയാം. ഇപ്പൊ വേഗം ഒന്ന് പോയി ആമേൻ കർത്താവായ യേശുവേ വരണമേ. ഇനി കട്ട് ചെയ്യും. ഇനി വരണമെന്നുള്ളതും കട്ട് ചെയ്യും, വരണ്ടെന്ന് പറയും. ഓട്ടെ. അപ്പൊ ഏതായാലും സംഗതി ദൈവസ്നേഹത്തിൽ ഒരു കൈ കൊടുത്ത് ഒരു സ്തോത്രം പറഞ്ഞ് കൂട്ടു സഹോദരനെ ഒന്നും ചേർത്ത് പിടിക്കാൻ കഴിയുന്നില്ല. ബാങ്കിൽ ATM കാർഡ് ഇടുന്ന പോലായിരുന്നു സ്തോത്രത്തിന് കൈ കൊടുക്കുന്നത്. എന്നുവെച്ചാൽ അങ്ങോട്ടും വളയരുത് ഇങ്ങോട്ടും വളയരുത്, ഇങ്ങനെ കയറ്റി ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ എന്നാലേ പണം കിട്ടും. ഇതുപോലെ ഇപ്പൊ ചിലരുടെ സ്വന്തം മാളത്തിൽ കേൾക്കുന്നു. ഒരു കൈ കൊടുക്കുന്നതിന് പോലും വേദപുസ്തകത്തിൽ വ്യവസ്ഥ വെച്ചിരിക്കുക. രാജാക്കന്മാരുടെ പുസ്തകം ഒന്ന് വായിച്ച് കേൾപ്പിച്ചേ. 10:15 2 രാജാക്കന്മാർ 10:15 ഞാൻ അവസാനിപ്പിക്കുക. വായിച്ചാട്ടെ. 10:15 2 രാജാക്കന്മാർ 10:15. അവൻ അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ രേഹാബിന്റെ മകനായ യോനാദാബിനെ കണ്ടു. അവനോട് എന്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നത് പോലെ
നിന്റെ ഹൃദയം പരമാർത്ഥമായിരിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് യോനാദാബ് അതേ എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ കൈ തരിക. അവൻ കൈ കൊടുത്തു. അപ്പൊ കൈ കൊടുക്കുന്നതിന് വരെ പുസ്തകം പറയുന്നത് അറിയാം. എന്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന പോലെ നിന്റെ ഹൃദയം എന്നോട് ചേർന്നിരിക്കുന്നു. കൈ കണ്ടാണ് സ്തോത്രം. അതാ സന്തോഷമുള്ള സ്തോത്രം. ഇതെന്തിപ്പോ വിശുദ്ധ അടുത്ത കമ്മിറ്റി ആവട്ടാ വെച്ചിട്ടുണ്ട്. ഒരു കൈ പിടിച്ച് ഒന്ന് ചേർത്ത് പിടിച്ച് സഹോദരന്മാരാ, ഒരു ശരീരത്തിന്റെ അവയവങ്ങളാണ് അല്ലേ? ശരീരത്തിന്റെ അവയവം എന്ന് പറഞ്ഞാൽ എന്താ? കാലിനൊരു മുള്ളുണ്ട്, ഉടനെ കൈ അങ്ങോട്ട് കെട്ടി അങ്ങ് നിന്നിട്ട് പറയും കൊള്ളട്ടെ, ഇങ്ങനെ കൊള്ളട്ടെ, കുത്തി കുത്തി കയറട്ടെ. പലയിടത്തൂടെ നടന്ന കാലല്ലേ, ഓർക്കണമല്ലോ. ഇങ്ങനെ പറയുമോ? കൈ അതെടുത്ത് കളയുക. ദൈവസ്നേഹത്തിൽ കൂട്ടു സഹോദരങ്ങളായി ഒരപ്പന്റെ മക്കളായി നാം അലിഞ്ഞു ചേരുന്ന അനുഭവത്തിലേക്ക് സഭയായി തീരണം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വേരൂന്നിയതാകണം ദൈവസഭ. ഞാനൊരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 8 പോയിന്റ് എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു, എങ്കിലും സമയപരിമിതിയിൽ ഒരു ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഉപ്പ് അത് തുറന്നു വെച്ചാൽ അതിന്റെ കാരം നഷ്ടപ്പെടും. പിന്നെ അതിനെ വൃക്ഷങ്ങൾക്ക് വളമിടാനും കൊള്ളത്തുള്ളൂ. അപ്പോഴേ ആൾക്കാർ ചവിട്ടുന്നു. നാട്ടിൽ കാരമില്ലാത്ത ഉപ്പാണ് പണ്ട് ചാക്ക് കണക്കിന് കൊണ്ടുവന്ന് തെങ്ങിനൊക്കെ ഇടുമായിരുന്നു വളമായിട്ട്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു വാക്കൊക്കെ അറിയാമല്ലോ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിച്ച് സന്തോഷിക്കാൻ ഭാഗ്യവാൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നു, തകാതെ ഫലം കായ്ക്കുന്നു. ഇല്ല, എന്താ കാര്യം? ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തിന് എപ്പോഴും ഉപ്പുവെള്ളം എന്ത് ചെയ്യും? ഇതിനിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. മനസ്സിലാക്കുന്നുണ്ടോ? ഉപ്പുവെള്ളം ഇതിന്റെ എപ്പോഴും ഇതിനിങ്ങനെ തിരമാല അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉപ്പ അതങ്ങനെ നിൽക്കും. നല്ല വളമാണ് എന്ന് പറഞ്ഞാൽ കാരമില്ലാതെ പോയാൽ പിന്നെ വളത്തിനെ കൊള്ളാവുന്ന കർത്താവ്. കാരം നഷ്ടപ്പെടുന്നത് എപ്പോഴെന്നറിയാമോ? ഇത് കുറെ നേരം തുറന്നു വെച്ച് കഴിയുമ്പോൾ ഇതിന്റെ അകത്തെ കാരം നഷ്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്. നിന്നെ കർത്താവ് ഭൂമിയിൽ ഉപ്പാക്കി വെച്ചിരിക്കുമ്പോൾ ഈ ലോകമോഹങ്ങളിലേക്ക് നിന്റെ ഹൃദയത്തെ തുറന്നാൽ പരിശുദ്ധാത്മാവെന്ന കാരം നിന്നിൽ നിന്ന് നഷ്ടപ്പെടും. ആത്മാവ് വിട്ടുമാറിയ ശൗലിനെ പോലെ പിന്നെ നിന്നെ ചവിട്ടി മതിക്കാനല്ലാതെ ഒന്നിനും കൊള്ളത്തില്ല. അതിന് ഉദാഹരണമായി പറയാവുന്ന ഒരു കഥാപാത്രമാണ് ആരെന്നറിയാമോ? ഗേഹസി. ഓർക്കുന്നോ സംഭവം? എലീശയുടെ നല്ല ശിഷ്യനായി, അവനെ ഹൃദയത്തിനകത്ത് നിത്യതയേ ഉള്ളൂ. നിത്യതയുടെ ലക്ഷ്യമായി എലീശയുടെ നല്ല ശിഷ്യനായി മുന്നോട്ട് പോകുന്ന ഗേഹസി നയമാൻ തന്റെ കുഷ്ഠം മാറിയപ്പോൾ നല്ല പൊന്നും വെള്ളിയും നരതും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തപ്പോ എലീശ പറഞ്ഞു, ഇതൊന്നും ഇവിടെ എടുക്കത്തില്ല, ഈ വകുപ്പൊന്നും ഇങ്ങോട്ട് മേടിക്കത്തില്ല, ഞാൻ പ്രാർത്ഥിച്ചാ മതി, വിട്ടോ എന്നും പറഞ്ഞ് അങ്ങ് വിട്ടപ്പോഴത്തേക്ക് ഗേഹസി ഇടവഴിയിലൂടെ ഓടി അപ്പുറത്ത് എന്നിട്ട് പറഞ്ഞു, എന്റെ അക്കൗണ്ട് നമ്പർ തരാം, അതിനകത്തോട്ടെ. ഈ ലോകത്തിന്റെ മോഹത്തിന് വേണ്ടി ശിഷ്യത്വം വിട്ടുമാറി ഹൃദയം തുറന്നു വെച്ചപ്പോൾ ആ കുഷ്ഠം അവന്റെ മേൽ വന്നു ഭവിപ്പാൻ ഇടവന്നു. ഇതൊരു ദൃഷ്ടാന്തമായി ഹൃദയത്തിൽ ഇരിക്കട്ടെ. ഈ ലോകമോഹങ്ങളിലേക്ക് വേണ്ടി നമ്മുടെ ഹൃദയം തുറന്നാൽ പരിശുദ്ധാത്മാവെന്ന കാരം നമ്മിൽ നിന്ന് നഷ്ടപ്പെടും. പിന്നെ ലോകം നമ്മെ ചവിട്ടി മതിക്കും. കാരണം കാഹളനാദത്തിങ്കൽ കർത്താവിനോടുകൂടെ പറന്നു പോകാതെ കൈവിടപ്പെട്ടു പോയാൽ പിന്നെ ഈ ലോകം നമ്മളെ വെച്ചോക്ക് വച്ചാ ചവിട്ടി മെതിക്കാനല്ല ഒന്നിനും കൊള്ളത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രികാലം എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുതിയേക്കാം. ഇന്ന് രാത്രികാലം കാഹളം ധ്വനിച്ചാൽ എന്റെ പ്രിയൻ വാനിൽ വരാറായി. കർത്താവിന്റെ കാഹളം മുഴങ്ങുമ്പോൾ അവനോടുകൂടെ എടുക്കപ്പെടുന്ന കാരമുള്ള ഉപ്പായി കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടണം. അതിനായി ഇന്ന് രാത്രി കേൾക്കപ്പെട്ട ദൈവവചനം വിശുദ്ധിയെ തികയ്ക്കണം.
ആമേൻ. മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കണം, ദാഹം വരുത്തണം. ആമേൻ. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. അർത്ഥാൽ അവന്റെ പുത്രനെ കുറിച്ച് സുവിശേഷം പറയുന്നതും ആത്മാവിൽ ആരാധനയാണെന്ന് വചനം പറയുമ്പോൾ സുവിശേഷം അറിയിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൽ വിശുദ്ധിയെ തികച്ചൊരുങ്ങി കൈവിടപ്പെട്ട് ചവിട്ടിത്തേക്കാനല്ല, ആ പ്രിയനോടുകൂടെ എടുക്കപ്പെടുവാൻ ഇന്ന് രാത്രി നമുക്ക് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. എന്റെ പ്രിയൻ വാനിൽ വരാറായി കാഹളത്തിൻ ധ്വനി കേൾപ്പാറായി.